പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. Hope everyone is well fed. ഉറക്കം വരാതിരിക്കാനുള്ള ചെറിയ ഒരു മരുന്നുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. I'm standing here with the medicine so that you will not fall asleep. പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിൽ ആരും ഉറങ്ങാറില്ല. Usually people don't sleep in my class. ഞാൻ ഏറ്റവും പേടിച്ചത് കഴിഞ്ഞ സെഷനായിരുന്നു, ഉറങ്ങുമെന്ന് പേടിച്ചത്. I feared that people might sleep mostly in the last session. പക്ഷേ അത് വളരെ ലൈവായിട്ട് നമ്മളത് ആസ്വദിച്ചായിരുന്നു പോയത്. But that class went very lively. ഇനിയുള്ള എല്ലാം പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ഇത് തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ കാര്യമാണ്. ഓക്കെ, ഹലോ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, റൈറ്റ്, സോറി. അപ്പോൾ നമ്മൾ രണ്ട് പ്രസ്താവനകളാണ് ചിന്തിച്ചത്. We saw two principles. ഒന്ന്, യേശു തന്നെത്താൻ ഒഴിച്ചു എന്നുള്ള കാര്യം. First, that Christ emptied himself. ആ emptied എന്നുള്ള പദം നമ്മൾ വളരെ വിശദമായിട്ട് ചിന്തിച്ചു. We examined the term emptied. രണ്ടാമത്തെ പ്രസ്താവനയിലേക്കാണ് വരുന്നത്. The second statement is what we look today. എന്താണത്? What is that statement? തന്നെത്താൻ താഴ്ത്തി. He humbled himself. He humbled himself. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. That is a very important topic. ഈ ഹംബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. We need to remember something when we talk about the term humble. നമ്മൾ ചിലപ്പോൾ ആളുകളെ കുറിച്ച് പറയാറുണ്ട്, ഓ അയാൾ ഭയങ്കര ഗമയാണല്ലോ. We oftentimes talk about a person and say that he is a very prideful person. പക്ഷെ അദ്ദേഹത്തോട് അടുത്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് അത്ര സിമ്പിളായ ഒരാളില്ലായിരിക്കാം. But when we get closer to him, we realize that he is a very simple person. അങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? Don't you have a similar experience in life? ചില ആളുകളെ കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് ആണ്, അവരോട് മിണ്ടാൻ തോന്നുകയില്ല, അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ അടുത്ത് കഴിയുമ്പോൾ വളരെ ക്ലോസ് ആയ ആളുകളായിട്ട് തോന്നും. Sometimes we feel like a certain man is very complex, but when we approach them, we understand that they are very simple persons. അങ്ങനെ തോന്നിയിട്ടില്ല? Haven't you felt similarly? ഇല്ലേ? ഉണ്ട്. We must have. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. We must have surely had such an അപ്പൊ experience. നമ്മൾ ഒരാളെ ഹംബിൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? What does it mean to call someone humble? അതൊരു ആപേക്ഷികമായ കാര്യമാണ്. It's a technical term. അതായത് It's a relative term. ഓക്കെ, അതായത് നമ്മൾ എന്തിനോട് അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിനെയാണ് അതിരിക്കുന്നത്. It depends on how we connect to it. അതായത് ഞാനതിനെ ലളിതമായിട്ട് ഇങ്ങനെ പറയാം. I will explain it in simple terms. ഇവിടെ രണ്ടുപേരിപ്പുണ്ട്. There are two people sitting here. രണ്ട് ഗേൾസ് എന്നോട് ഒന്ന് ഉച്ചയ്ക്ക് പറഞ്ഞു, എനിക്ക് അങ്കിളിനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. Two girls came up to me and told me that they wanted to speak to me. അപ്പൊ ഞാൻ എന്താണ് കാരണം? And I asked them what they wanted to speak about. അങ്കിളിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. And they said that they loved him. അപ്പൊ ഞാൻ എന്തുകൊണ്ട് അങ്കിളിന് ഇഷ്ടമായി? So I inquired why they liked me. അങ്കിളിന്റെ പ്രസംഗം നല്ല രസമാണ്. So they said that my speaking was very good. യെസ്റ്റർഡേ ഇന്നത്തെ കൂടെ സംഭാഷണം ഞാൻ കമ്പൈൻ ചെയ്താ പറയുന്നത് കേട്ടോ, അവർ പറഞ്ഞ കാര്യം. They are saying with the combination of the messages from yesterday and today. അപ്പൊ ഞാൻ അവരോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. So I talked to them about a few matters. അപ്പൊ എനിക്ക് മനസ്സിലായി, ആ രണ്ടുപേര് ഇവിടെ ഇരിക്കുന്ന രണ്ടുപേര്, അവരുടെ പേര് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ആ രണ്ടുപേര് വളരെ സിമ്പിളായ ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. So I understood that both of these girls were very simple. ഈ രണ്ടുപേരോട് ഞാൻ കുറച്ചേറെ സംസാരിച്ചു. I also conversed with these two. അവർ രണ്ടുപേരും വളരെ സിമ്പിൾ ആണ്. I understood that they were also very simple. പക്ഷെ അവരുടെ സെയിം ഏജ് ഉള്ളവർ അവരെ കുറിച്ച് എന്ത് പറയുന്നറിയാം? But what would someone who's of the same age say about them? ഓ ഭയങ്കര എപ്പോഴും ഇംഗ്ലീഷേ പറയത്തുള്ളൂ, ഭയങ്കര ഗമയാണ്. They might say that he is someone who only speaks English all the time. He is very prideful. പക്ഷെ പുള്ളിയുടെ സ്റ്റൈൽ അതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. But we understand that it is his style. അപ്പൊ പലപ്പോഴും നമ്മൾ ആളുകളെ അളക്കുന്നത് നമ്മുടെ കാറ്റഗറൈസ് ചെയ്താണ്. Oftentimes we calculate men or we measure men on basis of our categories. കാരണം ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നത്. And Bible says so. ഒരുവൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മറ്റു മനുഷ്യരെ കാണുന്നു എന്നാണ്. The Bible says that we see another one based on the measure of our heart. നമ്മൾ ഹംബിൾ ഉള്ള ആളുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റൊരാളെ കാണുമ്പോൾ ഓ അദ്ദേഹം വളരെ ഹംബിളായ ആളാണ്. If we are a humble person, we often see other people as humble. നമ്മൾ ഹംബിൾ അല്ലെങ്കിൽ അടുത്ത ആളിനെ കാണുന്നതും അങ്ങനെ അല്ലായിരിക്കും. And if we are not, we would see otherwise. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അതാണ് സിമ്പിൾ അർത്ഥം. That is the simple meaning of what I said. എന്നാൽ യേശുക്രിസ്തു ഹംബിൾ ആയെന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലേ അല്ല.
But when we talk about Christ being humble, it is not in relation to that. അതൊരു തിയോളജിക്കൽ വേർഡാണ്. It is a theological word. അതിന് ഭയങ്കര അർത്ഥമുണ്ട്. It has deep meanings. യേശു നമ്മളിൽ ഒരാളായി മാറി എന്ന് പറഞ്ഞത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? Can we imagine when we say Christ became one among us? യേശുവിന് വിശന്നോ? Did Christ hunger? യെസ്. യേശുവിന് ദാഹിച്ചോ? Did Christ thirst? യേശുവിന് സാമ്പത്തിക പരാധീനത ഉണ്ടായോ? Did Christ have financial problems? ടാക്സ്. യേശു നടന്ന് ക്ഷീണിച്ചോ? Did Christ become tired walking? യെസ്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ അവസ്ഥയിലൂടെയും പോയി. Christ went through every situation that a man goes through, ഒന്നൊഴികെ, except for one, പാപം ഒഴികെ. except for sin. പാപം ചെയ്യാൻ പറ്റുമായിരുന്നോ യേശുവിന്? Could Christ do sin? ചില ആളുകൾ പറയുന്നത് അങ്ങനെ സാധിക്കുമെന്നാ പറയുന്നത്. Some people say that Christ could. അതെ അതെ. അറിയൂസിന്റെ പിൻഗാമികളായ ഒരുപാട് പേരുണ്ട്. ഈവൻ സാക്പുനൻ വരെയുള്ള ആളുകൾ അതേ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഉള്ള ആളുകളാണ്. The followers of Arius believed that Christ could have sinned. അതുകൊണ്ടാണല്ലോ സാക്പുനൻ ബ്രദറൻ ചർച്ചയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് കാരണം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരിക്കലും യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ പറ്റില്ല. The scriptures reveal that Christ could not sin. പാപമൊഴികെ എബ്രായർ 2:18 പറയുന്നത് പാപമൊഴികെ സകലത്തിന് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. In Hebrews 2:18 we read that Christ was apart from sin. എന്ത് ഈ യേശു കർത്താവ് താണു വന്നു എന്ന് പറയുന്നതിന് അർത്ഥം എന്നറിയാമോ? ഒരു അടിമയെ പോലെയാണ് യേശുവായ. And we say that Christ came humbled, we understand him as someone who came like a slave. മർക്കോസ് 10:45. Let's turn to Mark chapter 10 verses 45. അവിടെ നമ്മൾ വായിക്കുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. There we read, for even the Son of Man came not to be ministered unto, but to minister and to give his life a ransom for many. യേശു മനുഷ്യപുത്രൻ വേല ചെയ്യിക്കുമല്ല. God did not do the വേല ചെയ്യുമല്ല, കമാൻഡിങ് പവർ അല്ല ചെയ്തത്. God did not command others, പക്ഷെ തന്നെ ചെയ്യുമായിരുന്നു ചെയ്തത്. but God was doing so. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? What does that mean? അടുത്ത വാക്യം നമ്മൾ അറിയാവുന്ന ഒരു വാക്യമാണ്. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ടവൽ എടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. We see this in John 13:1-5, where we see a situation where Christ took a towel and he served the feet of his disciples. നമ്മുടെ കാല് കർത്താവ് കഴുകുന്നു എന്ന് സങ്കല്പിക്കുക. Imagine Christ washes our legs. നമ്മൾ സമ്മതിക്കുമോ? Will we allow it? അതെ. പത്രോസ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. Peter said not to do so. നമ്മൾ സമ്മതിക്കുമോ? Would we allow it? ആൻസർ പറയണം. Please answer. അത് പത്രോസ് പറഞ്ഞുകൊണ്ടല്ലേ. അല്ല, നമ്മൾ പ്രാക്ടിക്കൽ സെൻസ് ചിന്തിക്കുക, നമ്മൾ സമ്മതിക്കുമോ? Imagine in a practical sense, would we allow it? നോ. ചെയ്യുമോ? ഐ വോണ്ട്. ഞാൻ ചെയ്യൂല. People usually won't. ഞാൻ പറയാം കർത്താവ് വേണ്ട, എന്റെ കാലം കഴുകണ്ടെന്ന് പറയും. I would say, Christ, don't wash my legs. ഞാനിത് പറയുന്നതിന് മുമ്പ് ചിന്തിച്ചാണ് ഞാൻ എന്ത് പറയണമെന്ന്. I'd imagine what I would say and I decided that I would say no. കാരണം എന്നേക്കാൾ എത്രയോ മുകളിലാണ് കർത്താവ്. Because Christ is a lot above me. പക്ഷേ നമ്മുടെ കാല് കഴുകാനും കർത്താവ് തയ്യാറാണ്. But Christ was willing to wash our feet. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ? Do we have that attitude? ഞങ്ങളുടെ വീട്ടിൽ നടന്നൊരു ഇൻസിഡന്റ് ഞാൻ പറയാം. I'd like to tell you an incident that happened in my home. ഞങ്ങളുടെ വീട്ടില് എനിക്കൊരു 50 സെന്റ് സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടില്. I have 50 cents of land in my home. അത് വളരെ ചീപ്പ്. ഞങ്ങളുടെ ലാൻഡിന് ഭയങ്കര ചീപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലം മേടിച്ചത്. And the land is quite cheap there. ഒരു വീട് പണിയാൻ വേണ്ടി മേടിച്ചതാണ്. I bought it to build a home. അപ്പൊ ഞങ്ങൾ ആ ഏരിയയിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചുറ്റുപാടുള്ളത് ഒരു 4-5 ക്രിസ്ത്യൻസ് ഫാമിലീസ് ആണുള്ളത്. While we were living there, we had 4 to 5 Christian families surrounding us. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ജോലി കൂലി കലസം മാടുവാന്ന് ഞങ്ങൾ കന്നഡ പറയും, അപ്പൊ ഇത് കൂലി ചെയ്യാനുള്ള ആളുകൾ ആരെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. So I went and inquired with them that will we get people to labor?
അപ്പൊ പറഞ്ഞു അവര് കുറെ ആളുകളെ കിട്ടും, കുറെ താണ ജാതിക്കാർ കുറെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അവരെ കിട്ടുമെന്ന് പറഞ്ഞു. So they told us that there are lower caste people who are available for the same. അപ്പൊ ഞങ്ങൾ ചെന്നിട്ട് അവരോട് ചോദിച്ചു, അവരോട് ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരാൻ പറയുമോ എന്ന് ചോദിച്ചു. So we asked them to tell them to come to our home. അതെന്താ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇവര് ഈ പാവപ്പെട്ട ആളുകൾ വന്നു. So they told them and these people came to our home. അവരുടെ പേരൊക്കെ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അവരെത്രമാത്രം താണ ജാതിപ്പെട്ടവരാണെന്ന്. If you understand their names, you will understand that they are very lower caste people. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ഡൈനിങ് ഹാളിലേക്ക് എന്റെ വൈഫ് ചോറൊക്കെ വിളമ്പിയിട്ടാണ് വെച്ചു. So we invited them into our dining room for the lunch. അവരെന്ത് ചെയ്താൽ പെരക്കകത്തോട്ട് കയറൂല. But they were not willing to enter inside the home. സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. They were sitting outside of the home. ഞങ്ങൾ പറഞ്ഞു സിറ്റ് ഔട്ടിലിരിക്കുക, ഞങ്ങൾ ഫുഡ് തരാം. So we told them that you sit down here, we'll bring the food outside. അവിടെ ഞങ്ങൾ ഇരിക്കൂല. So they were unwilling to sit outside as well. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇരിക്കുന്ന മേശപ്പുറത്ത് വന്നിരിക്കും, അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. So we called them to come into our dinner table, but they were unwilling. അവരെ സിറ്റ് ഔട്ടിൽ പോയി ഇരിക്കാൻ തയ്യാറല്ല. They were not willing to sit outside the home as well. അവിടെ ഒരു ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു മരം നിപ്പുണ്ട്, ഒരു പ്ലാവ് മരം നിപ്പുണ്ട്. There's a jackfruit tree near my home. അതിന്റെ തണലിൽ അവരിയ്ക്കുക. And they were sitting under the shade of it. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് തരൂല. So we told them that you will not give you food if you sit here. നിങ്ങൾക്ക് ഫുഡ് തരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കണം. So we told them if you need food, you have to at least sit outside of our home. ഉടനെ അവരവിടെ വന്നു. So they came there. അവർക്ക് ഞങ്ങൾ നല്ല പാത്രം ഉണ്ട്, നല്ല ഒന്നാന്തരം പാത്രം, ഗസ്റ്റിന് കൊടുക്കുന്ന പാത്രത്തിൽ കൊണ്ടു കൊടുത്തു. So we bought them food in the plates that we usually serve our guests. അവർ ഈ പാത്രത്തിൽ ഞങ്ങൾ കഴിക്കൂല. So they told that they won't eat from it. വട്ടയില എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, ഒരു വട്ടയില, ഒരു ഇല പോലത്തെ, അതിനകത്ത് മതി എന്ന് പറയാം. So they asked to be served in a certain kind of leaf. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ അതിനകത്ത് പറ്റത്തില്ല, ഞങ്ങൾ ഇതേ പാത്രത്തിലേ കൊടുക്കുള്ളൂ. But we rejected the offer. എന്നിട്ട് അവർ അറ്റ്ലീസ്റ്റ് പറഞ്ഞു ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് തന്നെ ഞങ്ങൾ കഴിക്കാം, അല്ലാതെ ഇത്രയും നല്ല പാത്രത്തിൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. So they said that I eat in a steel plate. അങ്ങനെ ഞങ്ങൾ സ്റ്റീൽ പ്ലേറ്റ് കൊടുത്തു. So we gave it to them in a steel plate. ആ കഥ ഞങ്ങളങ്ങ് മറന്നുപോയി. We forgot this story. അവർ തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് പറഞ്ഞു, ആ പാസ്റ്റർ എന്ന് പറഞ്ഞ ആൾ, ആ പാസ്റ്ററും ഭാര്യയും അവര് ഗുരുകളെന്നാണ് ഞങ്ങൾ കന്നഡ പറയുന്നത്, അവര് ഞങ്ങളെ വീട്ടിലോട്ട് ക്ഷണിച്ചു. ഞങ്ങൾ അവിടെ പോയിരിക്കാൻ പറ്റുമോ? They told our neighbors that this particular pastor had invited us to their homes and they were quite surprised that they were invited to their homes. ആ വീട്ടിൽ നിന്നുകൊണ്ട് അവിടുത്തെ ചേട്ടൻ ഓടി പിടിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. The head of the other home came to our home. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവർ ഇന്ന ആളുകളല്ലേ, അവരെ വിളിച്ച് പെരക്കകത്തൊക്കെ കയറ്റാൻ പറ്റുമോ? അവരെ ആ വെളിയിൽ മരത്തിന് ചോട്ടിരിക്കാൻ കൊടുക്കേണ്ടതല്ലേ, എന്തിനാ വിളിച്ച് അകത്തോട്ട് കയറിയിരിക്കുന്നത്? And told us not to invite them into the homes but rather let them eat at the shade of the trees. ഞാൻ പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ്. So I told them that I'm a Christian. അവർ പറഞ്ഞു എൻ്റെ പേര് വർഗീസ് എന്നാ, ഞാനും ക്രിസ്ത്യാനിയാണ്. So they told them that he's also a Christian, his name was Vargas. ഞാൻ പറഞ്ഞു അതാണ് നമ്മളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. I told them that this was the difference between you and I. ആ മത്തടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. His name is Mattadi. ഏറ്റവും താണ വർഗത്തിൽപ്പെട്ട ഒരാളാണ്. He's from a lower caste. അവർ ഭൂതത്തെ ആരാധിക്കുന്ന ആളുകളാണ്. They believe in ghosts. അതിനുവേണ്ടി ചടങ്ങുകളൊക്കെ ഉണ്ട്. They have rituals for the same. ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറി അവർക്ക് ആഹാരം കൊടുക്കാൻ വീട്ടിൽ ക്ഷണിച്ചത് കൊണ്ട് എനിക്ക് ഈസി ആയിട്ട് അവരോട് ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. But because I was able to invite them to my home, I was able to share the gospel to them. അവരുടെ വീട്ടിൽ ഞങ്ങൾ പോകും. I was able to visit them in their homes. അവരുടെ വീട്ടിൽ നമുക്കൊന്നും ചെല്ലാൻ പോയത് തലയിടിക്കും അവരുടെ വീട്ടിലോട്ട് കയറുന്നിടത്ത്. Their homes are in an uncomfortable situation where the height is quite small. ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അയൽവക്കത്തുള്ള ആളുകളൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. സാറും കുടുംബം, ഗുരുകളും കുടുംബവും വന്നിരിക്കുകയാണ്. എല്ലാവരും വന്നിട്ട് അവിടെ ഒരു 10-30 പേർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. They had invited their neighbors to saying that this particular person had visited them and a lot of people had gathered to see it. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. Please do not misinterpret what I am trying to say here. ഞാൻ ഏതാണ്ട് വലിയ ആളാണ് എന്ന് പറയാനല്ല വന്നത്. I am not trying to say that I am a great person. ഞാൻ വളരെ സിമ്പിൾ മനുഷ്യനാണ്. I am a simple man. പക്ഷേ യേശുക്രിസ്തുവിന്റെ പ്രിൻസിപ്പിൾ നമ്മുടെ തലയിലല്ല വേണ്ടത്, പ്രാക്ടിക്കലി ആണ്. But the principles of Christ should not be in our minds but in our actions. ചെറിയാൻ സാർ, ടി കെ സാമുവൽ സാർ എഴുതിയ ഒരു പാട്ടിന്റെ അടികൾ ഇങ്ങനെയാണ്. There's a line from a song written by T.K. Samuel. ആദരിച്ചവരും അനാദരിച്ചവരും ആരെന്ന് വെളിപ്പെടും ആ ദിനത്തിൽ എന്നാണ്. Those who honor, dishonor, one day it will reveal. Those who honor and dishonor will be revealed one day. അതെ, ആദരിച്ചവരും അനാദരിച്ചവരും
എന്നതു വെളിപ്പെടുമാ ദിനത്തിൽ ആദരിച്ചവരുമാർ എന്നതു വെളിപ്പെടുമാ ദിനത്തിൽ. നമുക്ക് ഇന്ന് അറിയത്തില്ല ആരാണ് കർത്താവിനെ ആദരിച്ചത് അനാദരിച്ചത് അറിയത്തേ ഇല്ല. We do not know who honored and dishonored Christ right now. പക്ഷെ ഒരു ദിവസം വെളിപ്പെടും. But one day it will be revealed. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. And that's a very important fact. കർത്താവ് ടവൽ എടുത്തു വെച്ച് ശിഷ്യന്മാരുടെ കാലുകൾ കഴിയുമ്പോൾ നമ്മുടെ സെയിം ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പത്രോസിനുണ്ടായിരുന്നത്. എന്റെ കാൽ കഴുകാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന്. When Christ took a towel and chose to wash the feet of his disciples, Peter showed the same attitude that we have right now. അവിടെ ഒരു വാക്ക് നമ്മൾ മനഃപൂർവ്വം ഒഴിവാകുന്നുണ്ട്. എന്നറിയാം? We often forget a particular phrase. അതുപോലെ നിങ്ങളും ചെയ്യുവിൻ ഒരു വാക്കുണ്ട് അവിടെ. It says that you have to do so similarly. വായിച്ചിട്ടുണ്ടോ? Have you read the same? നമ്മൾ അനുസരിക്കാൻ ഇഷ്ടമില്ലാത്തപ്പോൾ നമ്മൾ പറയും ഗ്രീക്കിൽ അതിന്റെ ഭാഷ ഇന്നതാണ്, ഹീബ്രുവിൽ അതിന്റെ ലാംഗ്വേജ് ഇന്നതാണെന്ന് പറയും. When we are hesitant to obey the word, we often go to the Greek and the Hebrew translation of the same. ശരിയല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ തിയോളജിയൻസ്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. എനിക്കത് അനുസരിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രീക്കിൽ അങ്ങനെയല്ല, അതിന്റെ ഹീബ്രുവിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുകയാണ്. Oftentimes when we are hesitant to obey a certain portion, we go to the Greek and the other translation to find an excuse. കോവിഡ് സമയത്ത് ഞാൻ ഓൺലൈനിൽ യോഹന്നാന്റെ സുവിശേഷത്തിന് ക്ലാസ് എടുക്കുകയായിരുന്നു. During COVID, I was taking lessons on the chapter of John. ഏകദേശം 180 പേരോളമുള്ള ഒരു ഓൺലൈൻ ബൈബിൾ സ്കൂളാണ്. It was a Bible school that had 180 people. അതിനകത്ത് ഒരാൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഒരാൾ എന്നെ ആ സ്പോട്ടിൽ എന്നെ റിഫ്യൂട്ട് ചെയ്തു. There was a person who refuted me on the spot. അപ്പോസ്തലന്മാർ ചെയ്തത് തെളിവുണ്ടോ? He asked me if the apostles did, was there a evidence for the fact that the apostles did it? അപ്പോസ്തലന്മാർ ചെയ്തത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. Are we only supposed to do what the apostles did? ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പോലും പറഞ്ഞില്ല. I told him that I am not asking you to do so. അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. I am only merely saying that there is a portion in the scripture that says so. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്തില്ലേലും ആ ആറ്റിറ്റ്യൂഡെങ്കിലും നമുക്ക് വേണ്ടേ? But even if he doesn't practice it, shouldn't we have the attitude for the same? നമ്മൾ ഇവിടുത്തെ വില്ലേജിൽ പോയാൽ ഇവിടുത്തെ വില്ലേജിലുള്ളവരോട് ചേർന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ വില്ലിംഗ് ആണോ? Are we willing to sit down with the people in the village for a lunch? Yes or no? Yes or no? Yes. ചാബോയിൽ പോയിരുന്ന ഒരു മിഷണറി ഇവിടെ ഇരിപ്പുണ്ട്. There is a missionary here who has visited Shambua. Shambua. എന്തുകൊണ്ടാണ് അദ്ദേഹം? അല്ലല്ല, ഒരു സത്യം പറയണമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. I am seeing this for the first time. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. I have heard many stories. അദ്ദേഹം ഞാൻ ബൈബിൾ ട്രാൻസ്ലേഷനിൽ കുറെ കാര്യം വർക്ക് ചെയ്ത ഒരാളാണ്. I have worked many in Bible translations. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മോഡലായിട്ട് വന്ന അദ്ദേഹം ചെയ്ത വർക്കിനെ കുറിച്ചുള്ള ആയിരുന്നു ഞങ്ങളുടെ അസൈൻമെന്റ്സും ഞങ്ങൾക്കെല്ലാം തന്നിരുന്നത്. Most of our materials were for the assignments were the materials that were provided from him. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇവിടെ വന്നപ്പോഴും ആദ്യമായിട്ട് കാണുന്നത്. I am seeing him for the first time. പക്ഷേ ചെയ്ത മിനിസ്ട്രി എന്ന് പറയുന്നത് അത് വളരെ ഉന്നതമായ മിനിസ്ട്രിയാണ്. But the ministry that he did is very great. അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ സെമിനാറിൽ ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ സെമിനാറിൽ പറയുന്നത് ചമ്മന്തി അരച്ച് കഴിച്ചിട്ടുണ്ട്, നീറ് ചമ്മന്തി അല്ലേ? There is a saying amongst the seminary where we did our Bible study that he has had a food. He has had a food just made out of ants. നമ്മൾ എളുപ്പമാണ് പറയാൻ. It is easy to say. യേശു കർത്താവ് കാണിച്ച മെത്തേഡ് എന്ന് പറയുന്നത് എന്തോ പവർഫുൾ മെത്തേഡാണെന്ന് The അറിയാം. method that Christ showed was a powerful method. ഞാൻ അതേ പറഞ്ഞു, ഇത് വളരെ എളുപ്പമാണ് പ്രസംഗിക്കാൻ, പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രാക്ടീസ്. ഐ മീൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാൻ. I said initially that it's very easy to preach this but very hard to practice. നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. We need to create an attitude for the same. നമ്മുടെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരണമെങ്കിൽ ഇതല്ലാതെ വേറെ യാതൊരു മെത്തേഡും ഇല്ല. This is the only method to reciprocate the love that Christ showed us. മിഷണറിമാർ ഇന്ത്യയിൽ വന്നിട്ട് ചെയ്തത് എന്താ? What did the missionaries do when they came to India? അവർ ഇംഗ്ലണ്ടിലെ എന്തെല്ലാം സുലഭമായിരിക്കുന്ന സന്ദർഭങ്ങൾ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. They had luxurious opportunities in their home native country. CT Studd കേട്ടിട്ടില്ലേ? You've heard of CT Studd? 200 കോടിയിലധികം രൂപ ഉണ്ടായിരുന്ന ആളായിരുന്നു CT Studd. He was a very rich man. അദ്ദേഹത്തിന് 65 മുറികളുള്ള വീടായിരുന്നു CT Studdന്റെ. He had a home that had 65 rooms. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം
ആഫ്രിക്കയിൽ പോയി. He left all this and left to Africa. അതുകൊണ്ടാണ് ആഫ്രിക്കയിൽ സുവിശേഷം കേട്ടത്. And that is why Africa was open to the scriptures. മിഷണറിമാർ ഇന്ത്യയിൽ വന്നു. Missionaries came to India. അതുകൊണ്ടാണ് ഇന്ത്യ വികസിച്ചത്. And therefore India developed. ഹിന്ദി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതാരാ? Who developed the language of Hindi? മിഷണറിമാരാണ്. It was the missionaries. മലയാളം അതിലെ അക്ഷരങ്ങൾ കണ്ടെത്തിയതാരാണ്? Who found out the syllables in Malayalam? ലെറ്റേഴ്സ്. പ്രിന്റിംഗ് പ്രസ് കർണാടകത്തിൽ കൊണ്ടുവന്നത് ബാസിൽ മിഷൻകാരാണ്. It was the Basil missionaries who brought about the printing industry in India. മാംഗ്ലൂർ. In Bangalore. മംഗലാപുരത്തെ ഏറ്റവും വലിയ പ്രിന്റിംഗ് പ്രസ് ഇന്നും ബാസിൽ മിഷൻകാരനാണ്. And the biggest printing publication in Bangalore is the one that is owned by the Basil Mission. മംഗളൂർ. In Mangalore. ഇതെല്ലാം ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാം? On what basis did they do so? ഇതെല്ലാം യേശുവിന്റെ ആറ്റിറ്റ്യൂഡായിരുന്നു. It was all the attitude of Christ. അത് കഴിഞ്ഞ് ലൂക്കോസ് 19:7 യേശുക്രിസ്തുവിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്ന ഒന്ന് വായിച്ചേ. And then we read about the complaint about Christ in Luke 19 verses 7. യേശുവിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നത്, അവിടുത്തെ ആളുകൾ കംപ്ലൈന്റ് പറയുന്നത് ഒന്ന് വായിക്കണം. അത് രസകരമായ ഒരു കംപ്ലൈന്റാണ്. Luke 19 verses 7. And when they saw it, they all murmured, saying that he was gone to be a guest with a man that is a sinner. പാപികളോടുകൂടെ ഭക്ഷിക്കാൻ പോയി. He was associated with sinners. ഓക്കെ, ഞാൻ സിമ്പിൾ ഒരു ചോദ്യം ചോദിക്കാൻ പോവാം. I'm going to ask a simple question. ലൂക്ക് 19 സക്കായിയുടെ കഥയാണ് പറയുന്നത്. Luke 19 talks about the story of Zacchaeus. യഥാർത്ഥത്തിൽ സക്കായിയുടെ പ്രശ്നം എന്തായിരുന്നു? What was the real problem of Zacchaeus? He was short. പൊക്കം കുറഞ്ഞു. He was a short guy. അതായിരുന്നു തന്റെ പ്രശ്നം. Was that really his problem? അവൻ യേശുവിനെ കാണാതെ ഇരുന്നതിന്റെ കാരണം എന്താണ്? What was the reason he could not see Christ? He was short. അല്ലേ? പിരിച്ചാൻ പറഞ്ഞ് ഞാനാണ് ഒഴിവാക്കുകയാണ്. He was short. അവൻ എന്തായിരുന്നു? നീളം കുറവായിരുന്നു. He was a short guy. അവൻ നീളം കുറഞ്ഞ ആർക്കും കർത്താവിനെ കാണാൻ പറ്റത്തില്ലെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? So we say that someone who's not tall cannot see Christ. രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ. Read the second verse. And behold, there was a man named Zacchaeus, which was a chief among the publicans, and he was rich. Verse 2. Maybe in one. And Jesus entered. Verse 3. And he sought to see Jesus, who was and could not for the press, because he was little of stature. ആര് നിമിത്തം കഴിഞ്ഞില്ലെന്നാ വായിക്കുന്നത്? Because of the crowd. പുരുഷാരൻ നിമിത്തം യേശുവിനെ കാണാൻ പറ്റിയില്ല. Because of the masses, he could not see Christ. ആരായി പുരുഷാരം? Who is this mass? ബ്രദറൻ സഭയുടെ ശത്രു ആരാന്നറിയോ? Today, who is the enemy of a brethren church? ബ്രദറുകാർ തന്നെയാണ്. It is the brethren themselves. കറക്ഷൻ ഈസ് ഗുഡ്. സോ കോൾഡ് ബ്രദർ, പേരുള്ള ആളുകൾ സോ കോൾഡ് ബ്രദർ. റിയൽ ബ്രദറിന് ആരും അങ്ങനെ തടസ്സം നിൽക്കാറില്ല. A real brethren doesn't stand against it. ഈ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഓൺലൈൻ ഡിസ്കഷൻ. There was an online discussion some days back. ഞങ്ങൾ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ എന്ന് പറയും. ഞങ്ങൾ ഈ സിലബസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ഉണ്ടാവും. And we had a brainstorming session as part of it. അപ്പോൾ ഒരാൾ ചോദ്യം ചോദിച്ചു. Someone asked a question. ഈ ലോകത്തിൽ ഏറ്റവും നന്ദി ഇല്ലാത്ത ആളുകൾ ആരാണ്? Who's the most unthankful people in this world? എന്നോടാണ് ചോദ്യം. The question was directed towards me. എന്നോട് പറഞ്ഞു യു ഹാവ് ടു ആൻസർ. ഐ എം സോറി, രജി ഉത്തരം പറയണം. And he pressed me to answer. അപ്പോൾ ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയും? If I direct the same question to you, what would you say? ഞാൻ പറഞ്ഞു വിശ്വാസികളാണ് ഏറ്റവും നന്ദിയില്ലാത്ത ആളുകൾ. I told them that it is the believers who are the most unthankful. Is it true? സത്യമാണോ? Is it true? സത്യമാണോ? കാരണം ദൈവം പറയുന്നത് എന്നറിയോ? ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. But we see in the scriptures, Christ says that Christ dearly loved his children, but they compete against him. ദൈവം പറയുന്നതാ, നമ്മൾ ആരും പറയുന്നതല്ല. It is Christ who gives this statement. ഞാൻ മക്കളെ പോറ്റി വളർത്തിയതാ ദൈവം പറയുന്നത്. In Isaiah 1. We read in Isaiah 1 that Christ took good care of his children. നിങ്ങളുടെ മക്കൾ, നിങ്ങൾ പൊന്നുപോലെ വളർത്തിയ നിങ്ങളുടെ മക്കൾ നാളെ തിരിഞ്ഞ് നിങ്ങളോട് ചോദിക്കുക, എന്നാ മമ്മി എനിക്ക് വേണ്ടി ചെയ്ത്, എന്നാ ഡാഡി എനിക്ക് വേണ്ടി ചെയ്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചങ്കം തീയും കാളും തകർന്നു പോകും. Our hearts would tremble if the very sons that we brought up with love and care turn towards us and ask us, what do you do for us?
നമ്മൾ സാധാരണ ദൈവത്തോട് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? What we usually do towards God is the same. നന്ദി പറയുന്നുണ്ടോ ദൈവത്തോട്? Do we thank God? കേവലം അധരങ്ങൾ കൊണ്ടുള്ള നന്ദിയല്ല ഉള്ളോ? Is it simply a thanksgiving of the lips? ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? നമ്മൾ തന്നെ, ഞാൻ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. Are we able to thank God from the depths of our hearts? ഞാൻ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള എന്റെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. I am sharing this understanding my own flaws. നമ്മൾ പലപ്പോഴും അധരങ്ങൾ കൊണ്ട് ഭയങ്കര ബഹുമാനമാണ് ദൈവത്തെ. We often respect God with our lips. ഓക്കെ, സക്കായുടെ പ്രശ്നം എന്തായിരുന്നു? What was the problem of Zacchaeus? സിമ്പിൾ ആണ് പ്രശ്നം. The problem was quite simple. ആരും സക്കായിയെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് സക്കായുടെ പ്രശ്നം. Nobody respected Zacchaeus. അതല്ലേ സക്കായുടെ പ്രശ്നം? Wasn't that the problem of Zacchaeus? യെസ്. അതാര് കണ്ടു? Who saw this problem? കർത്താവ് കണ്ടു. Christ saw this problem. കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ പോവാ. Christ told him that I would dine at your home today. കാരണം അവൻ ഒരു പബ്ലിക്കനായിരുന്നു, ടാക്സ് കളക്ടർ ആയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു ആ ജനങ്ങൾക്ക്. We understand that the people did not like him being a publican as well as a tax collector. കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാണ് പാർക്കാൻ പോകുന്നത്. But Christ told him that I am going to dine with you today. അത് അവനെ കീഴ്മേൽ മറിച്ച് കളഞ്ഞു. We see that this turned him. അവൻ പറയാണ്, ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് പകരം കൊടുക്കുമെന്നാ പറഞ്ഞു. And the transformed Zacchaeus declared that he would give back 4 times of what he has taken. എടാ, നീ ചതിവായിട്ടാണ് വാങ്ങിയുള്ളത്, അതുകൊണ്ട് നീ മാറ്റി കാണണോ എല്ലാം എന്ന് കർത്താവ് എപ്പോഴെങ്കിലും പറഞ്ഞോ? We do not see Christ telling him to give back in this manner. അവനെ അംഗീകരിച്ചപ്പോൾ തന്നെ, കർത്താവ് അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കാര്യം അംഗീകരിച്ചപ്പോൾ തന്നെ അവന്റെ ജീവിതത്തിൽ ഡ്രാസ്റ്റിക് ആയ ചേഞ്ച് സംഭവിച്ചു. We see a drastic change happening in Zacchaeus' life as soon as he was accepted and respected. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വന്നിട്ട് നമുക്ക് ഡ്രാസ്റ്റിക് ആയ ഒരു ചേഞ്ച് ഉണ്ടോ? Has any drastic changes occurred in our life after Christ has come into our hearts? ആ പ്രയോഗം മറക്കരുത്, ഡ്രാസ്റ്റിക് ചേഞ്ച്, വലിയ മാറ്റമുണ്ട്. Do not remember the term, it's drastic change. യേശു എൻ്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നിൽ. The day Christ came in our life. ഒരാൾ പാടിയത് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്, നാറ്റം വന്നു എന്നിൽ. പക്ഷെ കർത്താവ് ഉള്ളി വരുമ്പോൾ നമുക്കുള്ള മാറ്റം എന്ത് ഇമ്പോർട്ടന്റ് അല്ലേ? When Christ comes into our life, the change that happened is very significant. കറക്റ്റ് അല്ലേ? Isn't it true? ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടവരായിരുന്നു? What were we supposed to do otherwise? എന്റെ പേഴ്സണൽ ലൈഫ് പറയുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയക്കാരനായിരിക്കേണ്ടവനാണ്. If I look into my personal life, I feel like I would have been a politician. പക്ഷെ ദൈവം എന്നെ വിളിച്ച വിളി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. But the call that Christ called me was hugely impactful. എന്നെ ചുരുട്ടി എടുത്ത് അടിച്ചൊതുക്കിയിട്ട് എന്നോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. Christ took me and told me that he loves me. എന്നോട് ചോദിച്ചു, ഡു യു റിയലി ലവ് മീ? Christ asked me, do you really love me? ആരും ഇല്ലാത്ത ഒരു പ്രാന്തപ്രദേശത്തിൽ ആക്സിഡന്റിൽ ഞാനും ദൈവമായിട്ട് മാത്രം കിടക്കുകയാണ്. At a point in my life, at a point of an accident, I was lying alone with Christ. വേറെ ആരും അവിടെ ഇല്ല. There was no one. ചർച്ചിലെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ് അന്ന്. It was a moment where the fasting prayer was happening in church. ഞാൻ ക്രിക്കറ്റിലെ ഏറ്റവും നല്ല ബൗളറാണ്, ഓൾറൗണ്ടറാണ്, ബാറ്റ്സ്മാൻ ആണ്. ഞാൻ പ്രാർത്ഥനയും കളഞ്ഞ് ഞങ്ങളുടെ ചർച്ചിലെ ഫാസ്റ്റിംഗ് പ്രയറും കളഞ്ഞ് ഞാൻ ക്രിക്കറ്റിലെ മാസ്റ്റർ ആകാൻ പോവാണ്. I was trying to play cricket as I was an all-rounder back in the days, but not going to the church for the fasting prayer. ഞാൻ ഗള്ളിയിൽ ആരെ നിർത്തും, പോയിന്റിൽ ആരെ നിർത്തും, ലേ സ്ക്വയറിൽ ആരെ നിർത്തും, ഇത് മുഴുവൻ ക്യാപ്റ്റൻ എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് സൈക്കിളിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. I was imagining who I should be placing in the gully and in different parts of the field as a captain, and I was cycling to the destination. ഒരു ലോറി എതിരെ വരുന്നത് പോലും ഞാൻ കണ്ടില്ല. I never saw a lorry coming opposite towards me. ഇടിച്ചു. I was stuck. ഞാൻ എവിടെയോ തെറിച്ചു പോയി. And I fell far away. ആളുകളൊക്കെ എന്നെ തപ്പുന്നുണ്ട്, എവിടെയാണ് ആദാ കിടക്കുന്നത്. People were searching for me. കാരണം എന്റെ ഫാദർ ആക്സിഡന്റിലാണ് മരിച്ചത്. അതുകൊണ്ട് ഈ ലോറി ഡ്രൈവർക്ക് അറിയാം. The lorry driver knew my father, who had also died in an accident. അവൻ ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞുവന്റെ മോനല്ലേ അത്? അവന്റെ അപ്പനും കുഞ്ഞുവനും മരിച്ചത് ആക്സിഡന്റിലല്ലേ? ഇത് അവനെ കാണാനില്ലല്ലോ. So the lorry driver was inquiring, saying, "Isn't that the son of Kunjuman?" ഞാൻ ഇതെല്ലാം കേട്ടോണ്ട് ഒരു 10 അടി മേളിൽ കിടക്കുകയാണ്. I am hearing all this and laying 10 feet up. എനിക്കിത് കേൾക്കാം, പക്ഷേ ആക്സിഡന്റിന്റെ സമ്മർദ്ദം കൊണ്ട് നാക്കിന്ന് ശബ്ദം പുറത്തു വരുന്നില്ല. I can hear all this, but I was unable to speak to them. ഞാൻ കിടക്കുന്ന റബ്ബറിന്റെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് കുലുക്കുന്നുണ്ട്, റബ്ബർ കുലുക്കുന്നുണ്ട്.
where I was lying, I shake the rubber, പക്ഷെ അത് എന്നെക്കാളും വലുതായതുകൊണ്ട് ഈ കുലുക്കൊന്നും മേളിലൊന്നും ചെയ്യുന്നില്ല. but it was not creating, or people were not able to see it. ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് ക്രിക്കറ്റ് വേണോ എന്നെ വേണോ? At that point, Christ asked me, do you want cricket or do you want? ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ദൈവം ചോദിച്ചു. Many questions were posed towards me. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങയുടെ സേവ ചെയ്തോളാം. I told Christ that I was willing to do your service. അങ്ങയുടെ സേവ അല്ലാതെ വേറൊന്നും ഞാൻ ഇനി മുതൽ ചെയ്യില്ല. I told Christ that I'm only going to do your service and nothing else. ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്നറിയാമോ? Why did I remind you of the same? കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ ഉഴപ്പരുത്. If Christ calls you for his ministry, do not be lazy. നാളത്തേക്ക് നീട്ടി വെക്കരുത്. Do not procrastinate. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയരുത്. Don't say that you would do it after a later time. ഏറ്റവും വലിയ ശുശ്രൂഷ എന്നുള്ളത് പാപികളെ രക്ഷയിലേക്ക് നയിക്കുന്ന ഏറ്റവും അനുഗ്രഹീത ശുശ്രൂഷയാണ്. The most important ministry is to bring people from their sins. അത് സക്കായിക്ക് മനസ്സിലായി. ശരിക്കും സക്കായുടെ ലൈഫിലെ അത് ചലഞ്ച് ചെയ്തു. And this challenged Zacchaeus in his life as he understood this matter. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. മൂന്നാമത്തെ സെഷൻ, അതായത് ഇൻകാർണേറ്റ് ഫാമിലി, നമ്മൾ സ്നേഹമുള്ള അഫെക്ഷനേറ്റ് ഫാമിലിയായി, ഒരു പുതിയ ഇൻകാർണേറ്റ് ഫാമിലിയായി നമുക്ക് ജീവിക്കാം. So let me conclude by saying that an affectionate family should be an incarnate family that should be filled with love. അടുത്തത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അട്രാക്ഷണൽ ഫാമിലി. നാലാമത്തെ കാര്യമാണ്. Next is a very important aspect, the fourth point, which is attractional family. എന്ത് ഈ അട്രാക്ഷണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ? What does it mean to be called an attractional family? നിങ്ങൾ രാവിലെ കുളിച്ചു, നല്ല ചുരിദാർ ഇട്ടു, നല്ല ഷർട്ട് ഇട്ടു വന്ന് എന്തിനു വേണ്ടിയാണെന്നറിയോ? You took a bath, you were well dressed and you came here. എന്തിനു വേണ്ടിയാ? Why did you do so? മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയില്ലേ? Didn't you do it to attract others? ആണോ അല്ലയോ? എന്നെ കണ്ടാൽ ആരും എന്ത് ചെയ്യരുത്, കുറ്റം പറയരുത്. മറ്റുള്ള ആരും ആകർഷിച്ചില്ലെങ്കിലും എന്നെ കണ്ടാൽ ആരും എന്ത് ചെയ്യരുത്, കുറ്റം പറയരുത്. The motive was that no one should find flaw with the way we have dressed. ഈ അട്രാക്ഷണൽ ഫാമിലിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാം, നമ്മുടെ ഭവനങ്ങൾ എങ്ങനെയാണ് അട്രാക്ഷണൽ ഫാമിലി ആയിട്ട് മാറ്റാൻ പറ്റുക? The most important question that we pose in relation to this is, how can we make our homes more attractive? ഈ മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ ഏകദേശം 20 പ്രാവശ്യം 20 ഭവനങ്ങൾ യേശു വിസിറ്റ് ചെയ്തതായിട്ട് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. In the Gospel of Mark, we see direct or indirect references to 20 houses that Christ visited. നമ്മുടെ ഒരു വീട് എന്ന് ചിന്തിച്ചു നോക്കുക. Imagine our homes. ഇതൊരു വീടാണല്ലോ. This is a blueprint of a home. ഇതൊരു വീടുമാണല്ലോ അല്ലെ? This is a home. ഈ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇത് നിങ്ങളുടെ വീടാണെന്ന് സങ്കല്പിച്ചിട്ട് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള റൂംസ് ഏതായിരിക്കും? Imagine this is your home and imagine which part of this home is your favorite part. ഡൈനിങ് ഹാൾ? Is it the dining room? കേട്ടില്ല, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൂം? സ്റ്റഡി റൂം. ഞാൻ അതിനെ വിളിക്കുന്ന പവർ റൂം എന്നാണ് വിളിക്കുന്നത്. I call study rooms as power rooms. പ്രയർ റൂം? Prayer rooms. നമുക്കുണ്ടോ പ്രയർ റൂം? Do we have a prayer room in our homes? ഇല്ല. ഞങ്ങളുടെ കർണാടകത്തിൽ വീട് പണിയുമ്പോൾ പൂജാമുറി എന്ന് പറഞ്ഞൊരു വീട് പ്രത്യേകം പണിയും, മുറി പണിയും. In our homes that we build in Karnataka, there is a room associated for pujas. ഇപ്പൊ നമ്മുടെ മലയാളികളൊക്കെ ആ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്താണ് ചൂലും സാധനങ്ങളെല്ലാം വെക്കുന്നത്. And if a Kerala couple or a Kerala family takes over the home, they would keep their broomsticks and all in those rooms. അപ്പൊ കാരണം അത് അവിടെ പൂജയൊന്നും വെക്കാറില്ലല്ലോ. Because no rituals happen in those rooms. പക്ഷെ അവര് വീട് പണിയുമ്പോഴും എന്തുണ്ടെന്നല്ലേ, ഒരു പൂജാമുറി എന്ന് പറഞ്ഞ പണിയും. But when the natives build the home there, they always keep a space assigned for the നമുക്ക് ഡൈനിങ് ഹാൾ ഉണ്ട്. We have a dining hall. നമുക്ക് കിച്ചൺ ഉണ്ട്. We have a kitchen. ടോയ്ലറ്റ്സ് ഉണ്ട്. We have toilets. സ്റ്റഡി റൂം ഉണ്ട്. A study room. പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥനാ മുറി നമുക്കുണ്ടോ? But do we have a prayer room? ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. We have one at our homes. ഇത് ഞാൻ വീട് പണിതപ്പോൾ ഒരാളുടെ ചലഞ്ചിങ് കേട്ടിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. This was something I was challenged to do while I was building my home. ഒരു റൂം അതിനുവേണ്ടി മാത്രമാണ്. A room that was separated for the same. അതിനകത്ത് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. A phone is not allowed in the same. അതിനകത്തൊരു ബൈബിളും ഒരു ചെറിയ മേശ മാത്രമേ അവിടെ ഉള്ളൂ. There's a small table and a Bible. ആർക്കും എപ്പോൾ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം. Anyone can go in there to pray. ഞങ്ങളുടെ മക്കളും ഞാനും ഫേബയും മിനിയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് അവിടെ റൂം വിസിറ്റ് ചെയ്യാറുണ്ട്. My family and I visit the room regularly.
നമ്മുടെ വീടുകൾ മനോഹരമാക്കുന്നത് നോക്കി എന്ത് ഈ വീടിന്റെ ഷേപ്പിൽ താമസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? Can you look at this picture and say that you would like to stay in this home or not? ഇത് ആകർഷകമായ വീടാണോ? Is it an attractive home? നോ. അപ്പൊ ഇതാണല്ലോ. What about this? Do you like that? Never. അപ്പൊ ഇതാണെങ്കിലോ? What about option 3? ഓ, അങ്ങനെയാണെങ്കിൽ ഇതെന്തെങ്ങനെയാണ്? What about option 4? It's quite good. അല്ലേ? ഇപ്പോഴോ? What about സെയിം വീടാണ്. ഇത് വീടല്ല. അതൊക്കെ എന്താന്ന് ഇതിനൊക്കെ പറയാം. This is not a house. I'll remind you what is after Y. നിങ്ങൾക്കറിയാം എന്താണല്ലോ. ഇറ്റ്സ് വൈറ്റ് ഹൗസ്. You know this as the White House. നോക്ക് ഏതെല്ലാം ആംഗിളിൽ നിന്നാണ്. These are the many angles of this place. എന്താണ് ഇതിനെ ആകർഷകമാക്കിയിരിക്കുന്നത്? What is the attractive factor of this building? കളർ. It is the color. അല്ലേ? ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ ചർച്ചിന്റെ ഈ കളർ ഇഷ്ടമാണോ? Do you like the color choice of your church? അല്ല. പറഞ്ഞതാരാന്നുള്ളത് ഞാൻ പറയുന്നില്ല. എന്നോട് എനിക്ക് നേരിട്ട് കാണാമല്ലോ. കളർ ചോയ്സ് നല്ലതാണോ അല്ലയോ? Is the color choice attractive enough? എനിക്ക് ഈ ഷർട്ടൊക്കെ ഇടുമ്പം കളർ ചോയ്സ് ഒന്നുമില്ല. When I wear a shirt, I do not think about color choices. അപ്പൊ എന്റെ ഭാര്യ പറയും ഇത് അതിനോട് ചേരുന്നതല്ല, ഇതല്ല അതിന്റെ കറക്റ്റ്. But my wife advises me that the color doesn't match. ഞാൻ പറയും ഞാൻ അങ്ങനെ നോക്കാറില്ല. So I tell her that I do not think about this. അവിടെ ചെല്ലുമ്പോൾ ഏത് ഇഷ്ടം തോന്നി അതെടുത്തങ്ങ് ഇടും. Whenever I go to check, I just wear the one that I like in my wardrobe. അല്ലാതെ ഇന്ന് ഇത് മാത്രമേ ഇടത്തുള്ളൂ, ഇതിനോട് ജോയിൻ ചെയ്തെടുത്തുള്ളൂ, അങ്ങനൊന്നും ഇല്ലെന്ന് ഞാൻ പറയും. I say that I do not have a desire to wear a particular one with another. പക്ഷേ ഈ വൈറ്റ് ഹൗസ് എന്നുള്ള പേരാണ് ഇതിനുള്ളത്. പക്ഷെ ആ വൈറ്റ് ഹൗസിനെ മനോഹരമാക്കി തീർത്തിരിക്കുന്നത് ശ്രദ്ധിച്ച് അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. This is called as White House, but what makes it attractive are the different colors on it. നമ്മുടെ ഭവനങ്ങൾ എങ്ങനെ ആകർഷകമാക്കാനായിട്ട് തീരുമാനിക്കാം? How can we make our homes attractive? വെരി സിമ്പിൾ ആയുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. There are simple few tips for the same. നിങ്ങളുടെ വീട്ടിൽ എത്ര ഗസ്റ്റിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. The most important factor is how many guests have you invited to your home? ഗസ്റ്റ് വീട്ടിൽ വരുന്ന ഇഷ്ടമുണ്ടോ? Do you like guests coming to your home? യെസ്. നിങ്ങൾ ആരുടെയും വീട്ടിൽ പോകാനായിട്ട് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് അവർ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളൊക്കെ തരുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? When you visit as a guest at another home, do you wish to be served well? അങ്ങനെ ആഗ്രഹമുണ്ടോ? Do you desire for the same? എനിക്ക് ഇന്ന് മട്ടൺ ബിരിയാണി വേണം, രണ്ടാമത്തെ ദിവസം ചിക്കൻ ബിരിയാണി വേണം, അടുത്ത ദിവസം എനിക്ക് ദം ബിരിയാണി, ഹൈദരാബാദ് ദം ബിരിയാണി വേണം. ഇതൊക്കെ ആഗ്രഹിക്കുമോ? നമ്മൾ ചെല്ലുന്ന ഒരു വീട്ടിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? Do we desire to have different varieties of food on different days as when we visit a home? ഉണ്ടോ ഇല്ലയോ? Do we desire or not? That is a simple thing. പക്ഷെ നമ്മൾ മലയാളികൾ എന്താ പ്രശ്നം അറിയാമോ? ഒരു 12 കറിയും 12 തോരനും 12 സാധനം വെച്ചിട്ട് പിന്നെന്താ പറയും, കറി ഒന്നും ഇല്ല എന്ന് പറയും. But the problem with Kerala people is that they would present a lot of food and still say that there is no enough food. മഹാകവി KV സൈമൺ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. We have heard about the great poet KV Simon. അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നപ്പോൾ 10-12 കറികൾ ഉണ്ടാക്കി വെച്ചിട്ട് അവിടുത്തെ അമ്മച്ചി പറഞ്ഞു, സാറേ കറികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. The mother there said after serving a lot of food that there is no enough curry at home. ഈ സൈമൺ സാറിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. അതിൻ്റെ സാറ് ആ കറികളൊന്നും കൂട്ടാതെ പച്ച ചോറ് മാത്രം കഴിച്ചു. And I read this in his book where he chose to eat just the rice without taking any of the curries. കാരണം അമ്മച്ചി പറഞ്ഞു കറികളൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ. For the mistress of the home said that there was no curry. അതിന്റെ അർത്ഥം ഇതൊന്നും കൊടുത്തത് എനിക്ക് മതിയാകുന്നില്ല എന്ന അർത്ഥത്തിലാണ് അമ്മച്ചി പറഞ്ഞത്. The person said that saying that this wasn't enough. നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. What matters more is not how much you give but how you give. നമുക്ക് ആതിഥ്യം മര്യാദയുള്ള ഒരു കുടുംബം ഉണ്ടോ? അതാണ് ഏറ്റവും നമ്മുടെ കുടുംബത്തെ ആകർഷകമാക്കുന്നത്. What makes a home attractive is the hospitality factor of a family. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം വളരെ ഫേമസ് ആണ്. നമ്മൾ ധാരാളം തവണ റെഫർ ചെയ്തതാണ്. We have already referred to Genesis chapter 18 and it's quite famous in this regard. ആ വീട്ടിൽ ദൂതന്മാരാണെന്ന് അറിഞ്ഞിട്ടാണോ അബ്രഹാം കൊടുത്തേ? Did Abraham treat them with the same hospitality, understanding that they were angels? ആണോ? Were they?
Did he? ആണോ? അല്ല. ഇനി ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ. Let's read the first Verse verse. 2 ഒന്ന് വായിച്ചേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക് അവിടെ കാണാം. Let's turn to verse 2. And he lifted up his eyes and looked, and lo, 3 men stood by him, and when he saw them, he ran to meet them from the tent door and bowed himself towards the മതി. ground. എന്താ ആദ്യത്തെ വാക്കിനകത്ത് എന്താ പറയുന്നത്? What do we see in the first phrase? 3 men, 3 പുരുഷന്മാർ നിൽക്കുകയാണ്. We see 3 men standing by. അവരാരെന്നറിയാമോ? Do we know who they are? അവര് ദൂതന്മാരാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അബ്രഹാം ഇച്ചിരൂടെ ബെസ്റ്റ് ആയിട്ട് കൊടുക്കുമായിരുന്നോ? Would Abraham had put in more effort had he known that they were angels? I don't think so. ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. I do not believe so. ഏറ്റവും ബെസ്റ്റ് തന്നെയാ കൊടുത്തത്. Abraham had served the very best. നമ്മുടെ ഒരു മിഷണറിയുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഈ ഷൂ പോളിഷ് ചെയ്യുന്ന ആളായിരുന്നു. There was a missionary who was previously someone who used to shine shoes. അപ്പൊ അദ്ദേഹത്തിന് അടുത്ത് കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു, ഈ നിനക്ക് 5 രൂപ ഞാൻ തരാം, 5 രൂപ കൂടുതൽ തരാം, നീ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. A certain person came up to him and told him that I'll give you 5 rupees more, do it to your ultimate best. അപ്പൊ അദ്ദേഹം പറഞ്ഞു, So this person said, 5 രൂപ തന്നാലും 10 രൂപ തന്നാലും ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. he told him that if you give me 5 rupees or 10 rupees more, I have done my very best. നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല പ്രാധാന്യം, It doesn't matter what we give, എങ്ങനെ കൊടുക്കുന്നു എന്നാണ്. it matters how we give. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, I'll remind you once again. എന്ത് കൊടുക്കുന്നു എന്നല്ല, It doesn't matter what you give, എങ്ങനെ കൊടുക്കുന്നു എന്നാണ്. it's how you give. വായിക്കാം 1 കൊരിന്ത്യർ 4:5. Let's 1 turn Corinthians 4:5. Let's turn to 1 Corinthians 4 verses 5. അതെന്നെ പലപ്പോഴും ധൈര്യപ്പെടുത്തിയിട്ടുള്ള ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ്. It's a particular verse that has challenged me many times. 1 Corinthians 4:5. 1 Corinthians. കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളിലെ ആലോചനകളെ വെളിപ്പെടുത്തും. ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുത്തും. You see the counsels of the heart. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എങ്ങനെയാ കൊടുത്തത് വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. There's a day that reveals how we give from our എന്ത് heart. കൊടുത്തു എന്നല്ല, It doesn't matter what we give, എങ്ങനെ കൊടുത്തു. it matters how we give. Chapter 3 verse 10. Let's turn to chapter 3 verses 10, 9 and 10. 9 and 10. For we are laborers together with God. Ye are God's husbandry, ye are of God's building, according to the grace of God, which is given unto me as a wise master builder. I have laid the foundation, and another build thereon. But let every man take heed how he build thereupon. ഓക്കെ, ഞാൻ വാക്യത്തിന്റെ എക്സാക്ട് റെഫറൻസ് പറയാം. 1 Corinthians 3 13. verse 10. Verse 10. According to the grace of God, which giveth unto me as a wise master builder, I have laid the foundation, and another built thereupon. But let every man take heed how he built thereupon. How he Built thereupon. ഓരോരുത്തരും എങ്ങനെ പണിയുന്നു എന്ന് നോക്കട്ടെ. എന്ത് പണിയുന്നു നോക്കണമല്ല പറഞ്ഞേ, എങ്ങനെ. Here we see that it doesn't matter how a person builds, but how he builds thereupon. അടുത്തത് ഒരു വാക്യം കൂടെ വായിക്കാം. verse 13. Let's turn again to 13. അവിടെ ഒരു പദമുണ്ട്, There's a phrase here. which way you have done it. സോറി, അവൻ പണിത വിധം എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. The manner in which you have built it. അപ്പൊ 3 പ്രയോഗം ശ്രദ്ധിക്കണം. There are 3 phrases therefore here. നമ്മുടെ ഹൃദയത്തിന്റെ ആലോചന ദൈവം കാണുന്നുണ്ട്. The counsels of our heart. 2, എങ്ങനെയാണ് പണിയുന്നത് എന്ന് ദൈവം കാണുന്നുണ്ട്. How one builds thereupon. ഏത് വിധത്തിലാണ് പണിയുന്നത് ദൈവം കാണുന്നുണ്ട്. The manner in which he builds. നമ്മളൊരു അടുത്ത സഹോദരനെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് നോക്കിയേ എല്ലാരും, ഹായ് ബ്രദറെ, നിന്നെ ഞാൻ പിടിച്ചോളാടാ, നീ എന്നെ ഇങ്ങനെ ചെയ്താണല്ലോ. ഇതാണ് നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്. This is the manner when we see a fellow brethren. ഇല്ല, കത്തില്ല. ഭയങ്കര സ്നേഹമാണ് നമ്മുടെ പ്രകടനത്തിൽ. In our acts we are very loving, പക്ഷെ അതൊന്നും ദൈവത്തിന് കാര്യമേ ഇല്ല. but this doesn't matter to Christ. കർത്താവ് നോക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഉള്ളിലുള്ള സാധനം എങ്ങനെയാണ്. But Christ looks at our inward attitude. നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുന്നു, ആ കൊടുക്കുമ്പോൾ അതിന്റെ പിൻപിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. When we give something to someone, what matters the most is the attitude behind our giving. 3 പുരുഷന്മാരാണോ നിൽക്കുകയാണ്. There are 3 people standing here. വായിച്ചാം രണ്ടാമത്തെ വാക്യം. Let's turn to verse 2. Genesis 18. അടുത്ത ചെയ്തത് എന്താണെന്ന് വായിച്ചേ. Genesis 18 verses 2. And verse 2. And he lifted up his eyes and looked, and lo, 3 men stood by him, and when he saw them,
he ran to meet them from the tent door and bowed himself towards the ground. അതെന്തിനാ നിലം വരെ കുനിഞ്ഞേ? Why did he bow to the ground? എന്തിനാ നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചേ? Why did he bow to the ground? ബഹുമാനിക്കാൻ. Show respect. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. There is a background to this. അന്ന് ഹമുറാബിയുടെ കാലമാണ് ഈ അബ്രഹാം ജീവിച്ചിരുന്നത്. ഹമുറാബി എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടമാണ്. It was the era of Hammurabi the king. ഒരു വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് അവിടുത്തെ ഹമുറാബി നിയമം അനുസരിച്ച് നിലം വരെ കുനിഞ്ഞാണ്. The manner in which a guest is treated was by bowing to the ground. ഞങ്ങളുടെ നാട്ടിൽ ഒരാളെ സ്വീകരിക്കുന്നത് The way in which we greet a guest in our home, ഒരു കന്നഡിക വീട്ടിൽ ഒരാൾ ക്ഷണിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം? the manner in a Kannada home is, ആദ്യം ഡോർ ഓപ്പൺ ചെയ്യും. we would open the door. ഞങ്ങളുടെ ദക്ഷിണ കന്നഡ ഉടുപ്പി ഡിസ്ട്രിക്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. We're talking about the Udupi district where we live. എന്നിട്ട് എന്ത് ചെയ്യും? വഴിയിലോട്ട് ഇങ്ങനെ വാതിലോട്ട് ഇങ്ങനെ നിൽക്കും. We would stand by the door Come. and we would invite them in. ഞങ്ങൾ ഇങ്ങനെ നിൽക്കും. അവരകത്ത് വരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. And we would wait for them as they enter inside. എന്തിനാണെന്നറിയോ? ഞങ്ങൾ നിങ്ങളെ ഹൃദയാന്തർഭാഗത്തായിട്ട് സ്വീകരിക്കുകയാണ്. To show that we are heartily inviting them in. ഈ മനുഷ്യൻ ചെന്ന് അബ്രഹാം നിലം വരെ കുനിഞ്ഞ എന്തിനാണെന്നറിയാമോ? അവരുടെ നിയമമാണ്. It was the rule, which is why Abraham bowed to the ground. അങ്ങനെ ചെയ്യാം, കാരണം അങ്ങനെ ചെയ്യാതിരിക്കാം. കാരണം ഇദ്ദേഹം ഒരു എബ്രായനാണല്ലോ, ഇദ്ദേഹം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം ചെയ്തു. We see that Abraham was a Hebrew and he didn't need to do so, but still he followed this rule. മൂന്നാമത്തെ വാക്യം എന്നെ അതിശയിപ്പിച്ചൊരു വാക്യമാണ്. But the third verse surprised me. ഈ അബ്രഹാം അവരോട് പറയാണ്, നിങ്ങൾ അതിനായിട്ടാണ് എൻ്റെ വീട്ടിൽ കയറിയെന്ന്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് വീട്ടിൽ കയറിയെന്ന്. We see in verse 3 that you have come to my home for breakfast. അല്ലേ? Verse 5. Verse 5. We read in verse 5, I will fetch a morsel of bread and comfort ye your hearts, that you shall come pass on, for therefore are ye come to your servant. And they said, so do as thou hast said. ഇവരുടെ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയാണോ ഈ മൂന്ന് പേര് വന്നേ? Has these three come to his home to eat? അബ്രഹാം പറയുന്നത് അങ്ങനെയാ വന്നത് ഞാൻ അറിയുന്നെന്നാ പറഞ്ഞു. But Abraham says here that I know that you have come to eat. അബ്രഹാം മെന്റലിസം പഠിച്ച ആളായിരുന്നു. Was Abraham a student of mentalism? സൈക്കോളജി പഠിച്ച ആളാണോ? Was he a student of psychology? ഒന്നുമല്ല. He was not. പക്ഷെ എങ്ങനെ അബ്രഹാമിന് മനസ്സിലായേ? But how did Abraham understand? അവർ വന്നത് എത്ര മണിക്കാ? At what time did they come? വെയിൽ ഉറച്ചപ്പോൾ. It was the afternoon. Before that. Afternoon in the sense ഒരു 11 മണിയൊക്കെ ആയി കാണും. It was before the വാച്ച് അന്ന് ഇല്ലാത്തത് കൊണ്ടാണ് സമയം പറഞ്ഞത് വെയിൽ ഉറച്ചപ്പോൾ. It was before the afternoon. അപ്പോൾ സാഹചര്യങ്ങളുടെ അർത്ഥം അനുസരിച്ച് അബ്രഹാം അവരെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. So understanding the circumstances, Abraham chose to be hospitable to them. നമ്മൾ രാവിലെ ഒരു വാക്യം ചിന്തിച്ചായിരുന്നു. We were reminded of a verse in the morning. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടുമെന്ന്. That you will be measured by the same weights with which you measure. അബ്രഹാമിന്റെ തലമുറയെ ദൈവം എങ്ങനെ ആദരിച്ചെന്നറിയോ? We know the manner in which Christ honored the genealogy of Abraham. 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ നടന്നു. The generation of Abraham walked 40 years in the desert. അബ്രഹാം എങ്ങനെയാണോ ദൂതന്മാർക്ക് സൽക്കരിച്ചത് അതേ സെയിം ആറ്റിറ്റ്യൂഡിലാണ് 40 വർഷം ഇസ്രായേൽ മക്കളെ നടത്തിയത്. The Israelites were treated in the same manner in which Abraham had treated these angels for the 40 years in the wilderness. ഒരിക്കലും മറക്കരുത്. It was never forgotten. അബ്രഹാം 3 അടങ്ങഴി മാവ് എടുത്തു. We see Abraham took 2 doves of flour. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ മന്ന അളന്ന് തന്നെ കഴിക്കണം. God told the children of Israel that they had to measure the manna that they were eating. അബ്രഹാം ഒരു കാളയെ ഫുൾ ആയിട്ടാണ് ഇസ്രായേൽ ദൂതന്മാർക്ക് കൊടുത്തത്. We see that he prepared a cattle completely and whole for these 3 angels. കാട ഇറച്ചി വന്ന് അവരുടെ വാതക്കൽ ഇങ്ങനെ പറന്നു നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിച്ചോളാൻ പറഞ്ഞു. But we see that the flesh was brought towards them. അവരുടെ വീടിന്റെ വാതക്കൽ കാടകൾ ഇങ്ങനെ പറന്നു നിൽക്കുക, പിടിക്കുക, കഴിക്കുക. The quails came to their homes. അവർ ഇഷ്ടം പോലെ കഴിച്ചു. They were well fed. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ ആതിഥ്യ മര്യാദയിൽ എങ്ങനെ ആളുകൾക്ക് നൽകുന്നുവോ അതേ സെയിം അളവിലാണ് ദൈവം നമുക്ക് നൽകാൻ പോകുന്നത്. How we in our conscious minds treats and become hospitable to others is the same manner in which Christ will. നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് അവര് നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. When someone lives in our home, they do not expect much from us.
നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? Do we expect anything when we visit a home? ഇല്ല. No. അവരെന്ത് തന്നാലും നമ്മൾ കഴിക്കും. We are willing to eat whatever they give. ശരിയല്ലേ? Isn't it true? അതോ ഇന്ന് എല്ലാ ഡിമാൻഡ് ഒക്കെ വെച്ചിട്ടാണോ? Or do we go there with a lot of demands? ഒന്നുമില്ല. There is no demands. എന്ത് തന്നാലും കഴിക്കും. We are willing to eat whatever they give. പക്ഷേ ഞാൻ സാധാരണ പറയുന്നുണ്ട്, ബ്രദർ കുറച്ചേ കഴിക്കത്തുള്ളൂ, ഇച്ചിരൂടെ കഴിക്കെന്ന് പറയും. But usually when someone visit, I tell them to have more. എന്നോട് പറയും ഇച്ചിരൂടെ കഴിക്കുക, കുറച്ചുകൂടെ കഴിക്കുക, ബ്രദർ കുറച്ചേ കഴിക്കുന്നുള്ളല്ലോ. I would tell myself to have more. നോട്ട് ലൈക്ക് ദാറ്റ്. Okay. So if I'm visiting somewhere, the host of the house would tell me to have more. അപ്പോൾ ഞാൻ പറയും ഒത്തിരി കഴിക്കുന്നതിലല്ല, I would tell them that it's not in how much I eat. സംതൃപ്തിയോടെ കഴിക്കുന്നതിലാണ് കാര്യം. It is in the satisfaction of eating. അവർ തരുന്നത് സ്നേഹത്തിലാണെങ്കിൽ സംതൃപ്തിയോടെ കഴിക്കാൻ പറ്റും. It is satisfactory if it's served with love. ഞാൻ ഒരുപാട് വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. I've lived in many homes. എനിക്ക് ഒരു വീട്ടിലും കുറ്റം പറയാനായിട്ട് ഇതുവരെ ഇവിടെ ആയിട്ടില്ല. I have not been in a situation where I have to complain about any homes. ഞാൻ ഒരിക്കലും കുറ്റം പറയുന്ന ആളുമല്ല. And I'm not someone who complains. പക്ഷെ എപ്പോഴും ഏറ്റവും വെല്ലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. But any time I have been treated well. അത് എന്നെ കണ്ടോണ്ടല്ല. That is not because they see me. അത് റെജി കെ തോമസ് എന്നുള്ള പേരുള്ളതുകൊണ്ടല്ല. It is not the name Reggie K. Thomas. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. But because they love Christ. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമ്മളും മറ്റുള്ളവരെ എന്ത് ചെയ്യും? അതുപോലെ വെൽ ട്രീറ്റ് ചെയ്യും. If we love Christ, we will treat others similarly and so. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. So we have the responsibility to treat them to the very best. യേശു കർത്താവ് ഒരു വീട്ടിൽ ചെന്നു. അത് മാർത്തയുടെയും മറിയയുടെയും വീട്ടിലായിരുന്നു. Christ visited a home. It was the home of Martha and Mary. യൂഷ്വലി കർത്താവ് അവിടെ പോകുമായിരുന്നു. Christ usually visited those homes. ആ വീട് എങ്ങനെയുള്ള വീടാണെന്നറിയാം? What kind of a home was that? ഒന്ന് യേശുവിനെ സ്വീകരിച്ചൊരു വീടാണ്. It was a home that received Christ. യേശു വന്നു എങ്കിലും യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു. Anytime Jesus came there, he was received into the home. 38-ാം വാക്യത്തിൽ അത് വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ട്. And we read about that clearly in verse 38. 10:38 വായിക്കുന്നു, യേശുവിനെ സ്വീകരിച്ചു. We see in verse 38 that Christ was received into her home. അതിന്റെ കാരണം അവർ വചനം കേട്ടു എന്നുള്ളതാണ്. And the reason for the same was that they listened to the word. 39-ാം വാക്യത്തിൽ വായിക്കുന്നത് അവർ വചനം കേട്ടു. In 39, verse 39, we see that they heard his word. അത് മാത്രമല്ല അവർ യേശുവിനെ ശുശ്രൂഷിച്ചു. 40-ാം വാക്യത്തിൽ വായിക്കുന്നത് അവർ യേശുവിനെ ശുശ്രൂഷിച്ചു എന്നാണ് വായിക്കുന്നത്. And in verse 40, we see that they serviced him. നമ്മൾ മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. The only reason that we serve someone is because we love Christ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുടുംബമായി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. Therefore, we need to be such a family. ഇനിയും അതിന്റെ 4-ാമത്തെ കൺസെപ്റ്റിലേക്ക് ഞാൻ വേഗത്തിൽ വരികയാണ്. I will come to the 4th concept of the same. കാരണം ഇത് ഒത്തിരി വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. I do not have much time to delve into the same. നമ്മൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നർച്ചറിങ് ഫാമിലി. Another important aspect is nurturing family. എന്താണ് അർത്ഥം? What does that mean? നർച്ചറിങ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? What does nurturing family mean? കല്യാണം കഴിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ഭാര്യയെ പോറ്റി പുലർത്തണം എന്നല്ലേ? We read in Ephesians that you have to nurture and take care of your wife. എന്താണ് നർച്ചറിങ് ആൻഡ് ചെറിഷിങ്? You need to cherish and nurture your wife. എന്താ ഈ നർച്ചറിങ് ഫാമിലി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? What does it mean to be a nurturing family? നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? Do we encourage others? നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. Do we encourage others? നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നറിയാം? What do we usually do? കുറ്റം പറയാ ചെയ്യുന്നത്. We would find faults in them. എവറി ടൈം നമ്മളെ പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് മലയാളി ക്രിസ്ത്യൻസിന്റെ ബ്രദറുകാരുടെ, ഞാൻ അങ്ങനെ തുറന്നു പറയുന്നത് നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ട്, എപ്പോഴും എന്തെങ്കിലും ആളുകളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. It's a specialty of Keralites to find faults in others. കേരളത്തിന് വെളിയിൽ അത്ര ഞാൻ കണ്ടിട്ടില്ല. I've never seen this outside of Kerala. ബട്ട് ഞാൻ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് ചെന്ന് നോക്കി, ഞാനിത് കേരളത്തിലും പറയാം കേട്ടോ. I usually see this in homes in Kerala. ഞാൻ കേരളത്തിലും പോകുമ്പോൾ ഇത് തന്നെ പറയാറുണ്ട് അവരോട്. And I tell this at homes in Kerala. കേരളത്തിന് വെളിയിൽ പോയ അത്രയും ഞാൻ അനുഭവിച്ചിട്ടില്ല. I've never felt this outside of Kerala. ആ സഹോദരൻ എങ്ങനെയുണ്ട്, ഈ സഹോദരൻ എങ്ങനെയുണ്ട്. Questions are often posted asking, how is that brother? How is this sister? ഞാൻ രക്ഷപ്പെടുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. And I escape through one reason alone. ഞാൻ 27 വർഷമായി കേരളം വിട്ടിട്ട് വല്ലപ്പോഴും കേരളത്തിൽ പോകുള്ളൂ. I rarely go back to Kerala. I've been away for 27 years. എനിക്കറിയില്ല കേരളത്തിലുള്ളവരുടെ കാര്യം. I do not know much about the people in Kerala. പക്ഷെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാറില്ല. Oftentimes we fail to encourage others.
ഞാൻ ഇതിനെ ഒരു ചെറിയ എക്സാമ്പിൾ ചെയ്യാൻ പോകും. ഈ 4 പേര് മുമ്പോട്ട് വന്നേ. റേച്ചലിനെ ഒഴിവാക്കി. റേച്ചലല്ലേ മോള്? റേച്ചലിനെ ഒഴിവാക്കി 4 പേര് ഇനി വന്നേ. 4 പേര്. I would like to give you an example. I would like to invite 4 of you. Come fast. Stand here. Hello man, come on. Okay. Stand here. നിങ്ങൾ ഈ 4 പേരെ കണ്ടിട്ട് ഞാൻ പറയാണ്, ഇവര് 4 പേര് നമ്മുടെ ഭാവി ഹൈദരാബാദ് സെക്കൻഡറാബാദ് സഭയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന് ഞാൻ പറയാണ്. I look at these children and tell you that these are the future of this assembly. ഇന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്ന വാചകം ഒന്നുകൂടെ സെയിം ആസ് ട്രാൻസ്ലേറ്റഡ് ലൈക്ക് ദ സെയിം വേർഡ്. ഓക്കെ, ഈ 4 പേരാണ് അടുത്ത തലമുറയുടെ ഭാവി. These 4 are the future of the next generation. Is it സത്യമാണോ? Yes or no? ചില പ്രയാസമാണ്. ഇല്ല, സത്യം പറഞ്ഞാൽ 4 പേരും അങ്ങനെ തന്നെയാണ്. കാരണം ഇവരെ വിവാഹം കഴിച്ച് വിട്ടാലും അവർ നമ്മുടെ പ്രോഡക്റ്റാണ്. Even though they are married away, they still are product. പക്ഷെ ഞാൻ പറയാൻ വന്നത് നാളത്തെ അല്ല, ടുഡേയ്സ്. But what I wish to speak is not about the tomorrow, but about today. Got it? നാളത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, ടുഡേ. We should not think about tomorrow, but of today. 10-15 വർഷം കഴിഞ്ഞാൽ എത്ര വയസ്സുണ്ട്? 8. 20 വർഷം കഴിഞ്ഞാൽ 28 വയസ്സായി, കല്യാണം കഴിക്കും. After 20 years, he will be 28. ഇല്ല, അതൊന്നുമില്ല. അങ്ങനെയുള്ളത് ഞാൻ പ്രത്യേകം കൗൺസിൽ ചെയ്തോളാം. ചിന്തിച്ചു നോക്കി, അടുത്ത എൽഡേഴ്സ് ജോൺസൺ ബ്രദറിന് പകരം, പൗലോസ് അങ്കിളിന് പകരം, ഡേവിഡ് അങ്കിളിന് പകരം, ജോ ബ്രദറിന് പകരം നിൽക്കേണ്ടവരാണ് ഇവർ 2 പേർ, അല്ലെങ്കിൽ അടുത്ത 2 ജനറേഷൻ. These are people who should be standing as elders in the next 20 years. മനസ്സിലായോ? ഓക്കെ, ഇനി ഞാനൊരു സീക്രട്ടോട് പറയാം. താങ്ക് യു. Now I will tell you a secret. പക്ഷെ ഇവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ? But do we do anything specifically for them? നമ്മുടെ മെസ്സേജസ് മുഴുവൻ ആർക്കുള്ളതാ? പ്രായമുള്ളവർ. Most of our messages are directed towards the old. നമ്മുടെ ഈ കുഞ്ഞു മക്കളേക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ടാർഗറ്റ് നമ്മുടെ ചർച്ചിൻ്റെതായിട്ടുണ്ടോ? Do the church have a special target for these young ones? സൺഡേ സ്കൂൾ മാത്രം പോരാ. Sunday school alone won't do it. We have to think about that. നമ്മൾ ചിന്തിക്കണം. We have to think about the same. കാരണം അവർ നാളത്തേക്കെന്ന് പറഞ്ഞ് വെക്കാതെ അവരിന്ന് അവരെ ഏറ്റവും ബെസ്റ്റായിട്ട് ട്രെയിനിങ് കൊടുത്ത് അവരെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കേണ്ടതാണ്. So we should not preserve them for tomorrow, rather train them for today. ഇപ്പൊ ഞാൻ അടുത്ത 7 വീക്സിൽ നെല്ലിയാടിയിലില്ല. For the next 7 Sundays I won't be in my native place. അപ്പൊ എന്റെ ചർച്ച എങ്ങനെ മുമ്പോട്ട് പോകും? How will my native church go ahead? എനിക്കറിയാം എന്റെ ചർച്ച വളരെ സുഖമായിട്ട് ഈസി ആയിട്ട് പോകും. കാരണം എൽഡേഴ്സിനെ പഠിപ്പിച്ചു, നെക്സ്റ്റ് ജനറേഷനെ പഠിപ്പിച്ചു. എവറോനോസ് അറിയാം, എൽഡേഴ്സിനെ പഠിപ്പിച്ചു. അദ്ദേഹം യൂസ്വലി ഞങ്ങളുടെ ചർച്ചയിൽ വരാറുണ്ട്. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം അടുത്തൊരു ജനറേഷൻ ഞാനില്ലെങ്കിൽ എൻ്റെ ആബ്സെൻസിൽ അത് സംഗതി ഭയങ്കരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. Because I have trained the people in my church, I am confident of the fact that the church will run with ease. ഇവിടുത്തെ എൽഡേഴ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the elders here. കാരണം ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ വിളിച്ച് ഇവിടെ പ്രാർത്ഥിക്കാനും ലീഡ് ചെയ്യാനും ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. അതൊരു ചെറിയ കാര്യമല്ല. It's not a small thing that the young people are given the objective of praying as well as leading the translation. അപ്പോൾ ട്രാൻസ്ലേഷൻ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല. എന്തിനാ? അടുത്തൊരു ചാൻസ് അവർക്ക് വരികയാണ്. കാരണം കോൺഫിഡൻസ്, ദേ ആർ കോൺഫിഡൻസ് ഇനഫ്. It is enabling them to build their confidence, being given multiple opportunities. അപ്പൊ നമ്മുടെ കുടുംബങ്ങൾ എന്ത് ചെയ്യണം? നർച്ചറിങ് കുടുംബങ്ങളാകണം. Therefore our family should be ones that nurture. അവിടെ സൺഡേ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഒരു ചെറിയ ചിന്ത മോള് പറ. So anytime we sit together as a family for prayer, we should encourage our daughters to speak. നമ്മുടെ മക്കളോട് ചോദിക്കാറുണ്ടോ സ്പെഷ്യൽ തോട്ട് ഉണ്ടോന്ന്? Do we ask our children if they have a thought? അവരുടെ ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കാൻ വേണ്ടി നാം എന്താണ് ചെയ്യാറുള്ളത്? What do we do to nurture their spiritual life? പറ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ആത്മീയ പരിപോഷണമാണ് നൽകുന്നത്? What training do we give to our own children to nurture them? എൻ്റെ അമ്മ എന്നോട് എനിക്ക് വൈകിട്ട് കഞ്ഞി തരണമെങ്കിൽ ഒരു മനപ്പാഠമാക്കി ഒരു ദിവസം പഠിക്കണമായിരുന്നു. My mom had a condition where we would ask me to learn a memory verse to get the dinner.
ഒരു ചാപ്റ്റർ വായിച്ചിട്ട് ആ ചാപ്റ്ററിന്റെ സമ്മറി പറഞ്ഞില്ലെങ്കിൽ ഈ കഞ്ഞി കിട്ടൂല. I had to read a particular portion from the scripture and give a summary of the same. അതിനുവേണ്ടി എന്റെ റൂമിൽ ഇരുന്നിട്ട് ഞാൻ ഉറക്കെ വായിക്കും അമ്മയെ കേൾപ്പിക്കാൻ വേണ്ടി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നത്, സകല രോഗികളെ സൗഖ്യമാക്കുന്നു, അവന്റെ ജീവനെ നാശത്തിൽ വീണ്ടെടുക്കുന്നു. ആ സങ്കീർത്തനം മുഴുവൻ പഠിച്ചതിനെ അറിയാം, അമ്മയെ കേൾപ്പിക്കാൻ വേണ്ടി ഉറക്കെ വായിച്ചാണ്. And I would therefore read out these psalms very loudly so that my mom would hear it. 34 സങ്കീർത്തനം, 23 സങ്കീർത്തനം, 15 സങ്കീർത്തനം, 18 സങ്കീർത്തനം, 16 സങ്കീർത്തനം, ഇത് മുഴുവൻ കാണാപ്പാടം പഠിച്ച എങ്ങനെ അറിയാം, അമ്മയെ കേൾപ്പിക്കാൻ വേണ്ടി ഉറക്കെ വായിക്കും. എന്തിനാ? വൈകിട്ട് കഞ്ഞി കിട്ടണം. In order to get dinner, I would often read these psalms out loud and therefore memorize them. അല്ലാതെ എനിക്ക് ആത്മാർത്ഥത ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞത് വളരെ ആത്മാർത്ഥത ഉണ്ടായിട്ടൊന്നുമല്ല അന്ന് ചെയ്തത്. And I didn't do so with any dedication back then. പക്ഷെ അമ്മയ്ക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? എന്റെ മോൻ 10 വാക്യങ്ങളെങ്കിലും പഠിക്കണമെന്ന്. But my mom had that dedication. അതുകൊണ്ടാണ് റെജി കെ തോമസ് എന്ന് പറഞ്ഞ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. That is the reason why I am standing before you as Reggie K. Thomas. ഞാൻ അതേ സെയിം കാര്യങ്ങൾ എന്റെ കുടുംബത്തിൽ ചെയ്യുന്നു. I practice the same in my family as well. എന്റെ ചർച്ചിൽ ഞാൻ ചെയ്യുന്നു. I practice the same in my church. ഞാൻ നിങ്ങളെ പറഞ്ഞല്ലോ, ക്വയറ്റ് ടൈമിന്റെ ബുക്ക് ഞാൻ അവർക്ക് എന്റെ പൈസ മുടക്കി ഓടിച്ചു കൊടുത്തേക്കുന്നത്. എന്തിനാ എന്റെ പൈസ മുടക്കി തരാൻ? ഞാൻ എപ്പോ വേണമെങ്കിലും എനിക്ക് അതിനകത്ത് ആക്സസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പൈസ മുടക്കിയിരിക്കുന്നത്. I have also given them a book for quiet time. നമുക്ക് ക്വയറ്റ് ടൈം ബുക്ക് ഉണ്ടോ? Do we have a book for quiet time? നമുക്ക് ക്വയറ്റ് ടൈം ഇല്ല, പിന്നെ നമ്മുടെ മക്കളോട് എങ്ങനെ ക്വയറ്റ് ടൈമിന്റെ കാര്യം പറയാം? Oftentimes we do not have quiet time in our own life, so ഒരാൾ പറഞ്ഞത് ഞങ്ങളുടെ അച്ഛൻ ബൈബിൾ വായിക്കുന്നത് എല്ലാം ശനിയാഴ്ചയുള്ളതെന്ന് പറഞ്ഞു. I once heard that a certain person only reads the scriptures on weekends. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ മോളെ അങ്ങനെ ശനിയാഴ്ച വൈകിട്ട് വായിക്കുന്നേ? So I asked her why he reads only on Saturdays. ഞായറാഴ്ച ആരാധനയ്ക്ക് ചിന്ത പറയണ്ടേ, അതിനുവേണ്ടി വൈകിട്ട് വായിക്കുന്നത്. In order to share the thoughts on Sunday. ഡെയിലി ഒരു ബൈബിൾ വായനയുണ്ടോ? Do we have a daily Bible reading? നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും കാണും. If we have it, our children will obviously have it. എപ്പോഴും ഒരു സമയം നമുക്കുണ്ടോ? ഒരു പ്രാർത്ഥനയ്ക്കുള്ള സമയമുണ്ടോ? Do we separate a time for the same? അത് സമയം കിട്ടിയാൽ പ്രാർത്ഥിക്കുകയാണോ? Or do we pray only when we have time? എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? How is our schedule? ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് സമയമുണ്ടല്ലേ? We have a time for breakfast. ഉച്ചയ്ക്ക് ഊണിന് സമയമില്ലേ? There's a time for lunch. 4 മണിക്ക് ചായക്ക് സമയമുണ്ട്. There's a time for tea. നൈറ്റ് ഡിന്നറിന് സമയമുണ്ട്. And there's a time for dinner. പക്ഷെ ഇവിടെ ബൈബിൾ വായനയ്ക്ക് പ്രയറിന് ടൈം. Where is the time for Bible reading as well as prayer? നമ്മുടെ മക്കളെ എങ്ങനെ നമ്മൾ പഠിപ്പിക്കും? How do we teach our children? നമ്മൾ പറയുന്ന വാക്കുകളെക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ആക്ഷൻസിനെയാണ് അവർ വാച്ച് ചെയ്യുന്നത്. More than our words, it is our actions that matters to them. നമ്മുടെ പെമ്മക്കളെ കണ്ടിട്ടില്ല, അവരാണെങ്കിൽ ഒരു പാവ എടുത്തു വെച്ച് മടി വെച്ച് ഇങ്ങനെ ആട്ടും കൊച്ചു പിള്ളേരാകുമ്പോൾ. Oftentimes we see in our daughters playing with their dolls. എന്തിനാ കാണിക്കുന്നത്? Why do they imitate it? അമ്മമാര് കുഞ്ഞുങ്ങളെ ചെയ്യുന്നത് അവർ കണ്ടു. They are imitating their mothers. വലിയ ചെരുപ്പിനകത്ത് കൊച്ചു കാലിട്ടോണ്ട് പിള്ളേർ നടന്നു പോകുന്നത് നമുക്ക് കാണാം. Oftentimes we see our children putting their small feet inside big shoes. എന്തിനാ? അപ്പ അങ്ങനെ ചെയ്ത് നടന്നു പോകുന്നവർ കണ്ടു. Because they saw their father doing so. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നമ്മുടെ മക്കൾ ചെയ്യും. Our children reciprocate what we do. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അവർ അനുകരിക്കും, ശരി ചെയ്താലും അനുകരിക്കും. They imitate the wrongs that we do as well as the rights that we do. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെക്കാളും നമ്മുടെ പ്രവൃത്തിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. So more than our words, it's our acts that matter. ഒരു അപ്പൻ There was a father. മകനെ ഒരിക്കലും കെയർ ചെയ്യത്തില്ല. He was a father who did not care for his son. അദ്ദേഹത്തിന് ജോലിയാണ് ഏറ്റവും പ്രാധാന്യം. For him, his job was important. വൈഫിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. Wife also did not have a matter to him. നിനക്ക് വേണേ ചിന്തിക്കൂ, നിനക്ക് വേണ്ട ചിന്തിക്കണ്ട. ചിന്തിക്കണം. യു ഹാവ് ടു തിങ്ക് അബൌട്ട് വെദർ യു ഡു ഇറ്റ് ഓർ നോട്ട്. He also did not care for his wife. ഈ സഹോദരി ഭയങ്കര സങ്കടത്തിലായി. And she was very disheartened by the same. അവൾ ഏകാന്തതയിൽ കരയാൻ തുടങ്ങും. In her loneliness, she would cry. കർത്താവേ, എന്താ ഞാൻ ചെയ്യണ്ടേ? Lord, what should I do? എനിക്ക് ദൈവം തന്ന 2 മക്കളുണ്ട്. I have 2 sons. ഞാൻ അവരെ എങ്ങനെ വളർത്തും? How do I bring them up? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പാരന്റിങ്ങിന്റെ ക്ലാസ്സിൽ ആ സ്ത്രീ, ആ സഹോദരി വന്നു. And it is in this moment that she came to one of my parenting classes. ആ പാരന്റിങ് ക്ലാസ്സിനകത്ത് ഞാൻ ഫാദേഴ്സിന്റെയും മദേഴ്സിന്റെയും ഇമ്പോർട്ടൻസ് ഞാനൊന്ന് വിശദീകരിച്ചു കൊടുത്തു. I explained to them the importance of a father and a mother. അത് കഴിഞ്ഞിട്ട് ഈ സഹോദരി എൻ്റെ അടുത്ത് വന്നു. After this particular lady came up to me എന്നോട് പറഞ്ഞു, and told me, എൻ്റെ മകന് ഫാദർ ഇല്ല. she told me that her son did not have a father. ഞാൻ ഞെട്ടിപ്പോയി. I was surprised. അപ്പൊ ഞാൻ ചോദിച്ചു, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? So I asked her to explain more. പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഉണ്ട്, പക്ഷേ ഭർത്താവ് ഉണ്ടെന്ന് പറയാനല്ലാതെ യാതൊരു കെയറും ഇല്ല. I told them, she told me that she has a husband,
but he doesn't have an active role. ഞാൻ ചില പ്രാക്ടിക്കൽ ടിപ്സ് പറഞ്ഞു കൊടുത്തു. I gave her some practical tips. ആ വീട്ടിലെ മൂത്ത മകൻ ഇന്ന് അറിയപ്പെടുന്ന ഒരു ദൈവഭക്തനാണ്. Today, the eldest son of that family is a renowned Christian. നമുക്ക് ലഭിക്കുന്ന പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളൂ എങ്കിലും ആ പരിമിത സൗകര്യങ്ങളിൽ നമ്മുടെ തലമുറയ്ക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക. We need to give the very best, even in spite of our limited circumstances. ദൈവത്തോടുള്ള നമ്മുടെ സമയബന്ധിതമായ സമയം എങ്ങനെയാണ്? What is our time bound with Christ? നമുക്ക് ദൈവത്തോടുള്ള ഒരു സമയം വേർതിരിച്ചിട്ടുണ്ടോ? Do we have a time separate for God? നിങ്ങൾ ദൈവത്തോട് പേഴ്സണൽ ടൈം, ക്വയറ്റ് ടൈം അല്ലെങ്കിൽ ദൈവത്തോട് മാത്രമായിട്ടിരിക്കുന്ന സമയം എപ്പോഴാ? Do you keep a personal time with God? അങ്ങനെ ഉണ്ടോ? Do you have that? Yes or no? ഉണ്ടോ? Yes or no? ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. Otherwise, we need to start. നമുക്ക് 24 മണിക്കൂറുണ്ട്. We have 24 hours. നമ്മുടെ വ്യക്തിപരമായി ദൈവത്തോട് എങ്ങനെ നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും? How can we connect with God personally? ബെസ്റ്റ് ഒരു മെത്തേഡ് ഞാൻ പറയാൻ പോവാം. I'll give you a best method. നമ്മൾ സങ്കീർത്തനങ്ങളോ വേദപുസ്തകമോ വായിക്കുകയാണെങ്കിൽ, When we read the scriptures, especially Psalms, ഏത് ഭാഗം വായിക്കുകയാണെങ്കിലും any portion, അതൊരു വിഷ്വലൈസ് ചെയ്ത് വായിച്ചു നോക്കുക. you often need to read by visualizing it. കാരണം പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, In the book of Exodus, we see God told Moses, ഞാൻ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം മാത്രമേ സമാഗമന കൂടാരം പണിയാവൂ. told him that the Ark of the Covenant had to be built by using the blueprint that Christ gave him, God gave him. ഇത് മോശയ്ക്ക് ഓർത്തിരിക്കാൻ പറ്റും ഈ ആ സമാഗമന കൂടാരത്തിന്റെ ബ്ലൂ പ്രിന്റ് മുഴുവനും? Was Moses capable of remembering this blueprint? നമ്മളാണെ മറന്നുപോകും. We would forget it. ദൈവം മോശയോട് പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ഓർക്കണമെന്നാണ് പറഞ്ഞത്. God commanded Moses to remember to do so in the same manner. ദൈവം അതിനുള്ള കൃപ മോശയ്ക്ക് കൊടുത്തു. God gave the grace to Moses for the same. നമുക്ക് തന്നിട്ടില്ലേ? Hasn't God given us the same ഇവിടെ grace? ഇരിക്കുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന എഞ്ചിനീയേഴ്സ് ആണ്, There are many who are engineers before me, ഓഫീസ് മാനേജേഴ്സ് ആണ്, office managers. സഹോദരിമാര് ടീച്ചേഴ്സ് ആണ്, വെൽ സെറ്റിൽഡ് ആയ ആളുകളാണ് There ഇരിക്കുന്നത്. are people, sisters here who are well settled and teachers. പക്ഷെ ദൈവത്തോടുള്ള വ്യക്തിപരമായ ടൈം എപ്പോഴാണ്? But do we have a personal time with God? ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. We have time for many other aspects in life. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അതിനെ ഒന്ന് കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്ത് പറയാൻ പോവാം. Therefore, I would like to clarify it again. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ When you read the scriptures, നിങ്ങളുടെ ആംബിയൻസ് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്ഥലത്തേക്ക് അങ്ങ് പറിച്ച് നടണം. your ambience should be filled towards the context. നമ്മൾ ഉൽപ്പത്തി 18 നമ്മൾ ഇത്രയും നേരം കുറച്ച് നേരമായി ധ്യാനിക്കാൻ തുടങ്ങി. We have been going through Genesis 18. നമ്മൾ അബ്രഹാമിന്റെ കൂടാരത്തിൽ ഇരിക്കുന്നതായിട്ട് അങ്ങ് ഇമാജിൻ ചെയ്യുക. We need to imagine that we are sitting with Abraham in the tent. 3 പേര് വരുന്നു. We have to imagine 3 people coming. ഓടി അബ്രഹാം ചെല്ലുന്നു. We have to imagine Abraham running towards them. വായിക്കുക മാത്രമല്ല, വിഷ്വലൈസ് ചെയ്യുക. We just shouldn't read, but also visualize. നിങ്ങളുടെ ജീവിതത്തിൽ അത് മറക്കത്തില്ല. And you will never forget it. അതിങ്ങനെ ചിന്തിക്കുക. Just think about it. എന്നാലും അബ്രഹാം എന്തൊരു സമർപ്പണത്തിലാണ് അത് ചെയ്തല്ലേ? We need to realize with how much dedication Abraham did so. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് അങ്ങ് ലയിച്ചു പോകും. And when we visualize the same, we become imbibed in the same. നമ്മുടെ സമയം പോകും നമുക്കറിയത്തില്ല. And we wouldn't understand the time going on. എത്ര സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നമുക്കൊരു പക്ഷേ അറിയത്തില്ല. We would never be reminded of how much time we are spending with God in prayer. അങ്ങനെ അനുഭവം ഉണ്ടോ? Have you had a similar experience? Yes, you must have. നിങ്ങൾക്ക് You must തീർച്ചയായിട്ടും have. ഉണ്ടാവും. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. And that is very important. അതിന് ഞാൻ ഇങ്ങനെ പറയട്ടെ, അതെങ്ങനെയാണ് സാധ്യമാവുക? And how is that possible? ക്വയറ്റ് ടൈം. It is through quiet time. ഒരിക്കലും മറക്കരുത്, 2 കാര്യം നിങ്ങൾ ഇതിനകത്ത് ചെയ്യണം. You should never forget there are 2 aspects to it. ഒരു സ്ഥലം കണ്ടുപിടിക്കണം. You have to find a place. എന്തിനാ സ്ഥലം കണ്ടുപിടിക്കുന്നത്? Why should we find a place? ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോകരുത്. You should not be in any situation where there should be ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ മൊബൈൽ. the biggest distraction could be your phone. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ കോൾ വരുന്നത്, ശരിയല്ലേ? It's oftentimes when we sit to pray that the calls come up.
അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് മോഡിൽ അങ്ങിടും. So oftentimes I put my phone on flight mode. അർജന്റ് കോൾ ഉണ്ടെങ്കിൽ ഞാൻ വൈഫിനോട് പറയും, ഞാൻ അച്ഛൻ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞേക്കാൻ പറയും. And if there's an urgent call, I would tell my wife to tell them that I would call back. ഇത് നല്ലതാണെങ്കിലും പലപ്പോഴും പ്രശ്നമാണ്. Even though the phone is good, it has a lot of problems. മാറ്റി വെച്ചേര്. So let's keep it aside. പറ്റുമോ? Are you capable of doing that? പറ്റത്തില്ല. കാരണം അത് നമ്മളെ നിയന്ത്രിക്കുകയാണ്. Oftentimes it's not possible because we are being controlled by it. നാം അതിനെ നിയന്ത്രിക്കണം, അല്ലാതെ അത് എന്നെ നിയന്ത്രിക്കരുത്. We are called to control the same and not to be controlled by it. സോഷ്യൽ മീഡിയ നമ്മൾ നിയന്ത്രിക്കുകയല്ല, സോഷ്യൽ മീഡിയ നമ്മളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. Social media is not controlled by us, but rather it controls us. അതുകൊണ്ട് അതിനെ മാറ്റി വെച്ചൊരു പ്ലേസ് കണ്ടെത്തണം. Therefore, we need to keep it aside and find a place for ourselves. രണ്ടാമതൊരു ടൈം കണ്ടെത്തണം. Secondly, we need to find a time. എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന ജോഷാന്റെ വീട്ടിലാണല്ലോ. Right now, I am living in the home of Josh. ഞാൻ ഇന്ന് സാറേ ഞാൻ എൻ്റെ ക്വയറ്റ് ടൈമിൻ്റെ ബുക്ക് കാണിക്കാം. ഞാൻ അത്രയും ദൂരത്തിൽ എൻ്റെ ക്വയറ്റ് ടൈം ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. I had bought my quiet time book with me. I had shown it to Sarah. ഡെയിലി എഴുതുന്നുണ്ട്. ED MD എന്നുള്ളത് ഡെയിലി ഞാൻ എഴുതി വെക്കുകയാണ്. Daily, I write ED and MD. എനിക്ക് അല്ലാതെ കുറച്ച് കിലോയെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എന്നിട്ടും ഞാൻ ആ ക്വയറ്റ് ടൈം ബുക്ക് വേണോ വേണ്ട, വെയിറ്റ് ഉള്ളതായി എന്നാലും ഇരിക്കട്ടെ. ഞാൻ ഓർത്തു ഫോണിൽ അങ്ങ് ടൈപ്പ് ചെയ്യാം മെസ്സേജ്, ഇല്ലില്ല, പിന്നെ ഓർത്തില്ല, ബുക്ക് തന്നെ കൊണ്ടുവരട്ടെ, ആ ബുക്കിനകത്ത് എഴുതട്ടെ എന്ന് വിചാരിച്ചു. I had limitation about the amount of luggage I could bring, but I still chose to bring the book. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം സെറ്റ് ചെയ്താൽ, ആ പ്ലേസ് സെറ്റ് ചെയ്താൽ നമുക്കത് മറക്കാൻ പറ്റത്തില്ല. Why I said this is because once you set the place and time, you cannot forget the deed. നമ്മുടെ പേഴ്സണൽ പ്രെയർ എങ്ങനെയുണ്ട്? How is our personal prayer? നിങ്ങൾക്ക് ചർച്ച് ഗ്രൂപ്പ് ഇല്ലേ? Do you have a church group? വാട്സപ്പ് ഗ്രൂപ്പ്? A WhatsApp group for the same? ഒരു പ്രാർത്ഥനാ വിഷയം ഇട്ടാൽ If there's a prayer matter put in it, നമ്മൾ ആദ്യം ഒരു ഇമോജി ഇടും പ്രാർത്ഥനയുടെ. we would react to it with an emoji. തീർന്നു. And there it ends. അല്ലെ നമ്മൾ എന്താ പറയും? I will pray for you. Or we would text saying that we would pray for them. നടക്കുന്നുണ്ടോ? But does it happen? സത്യം പറ. Be truthful. നടക്കുന്നില്ല. It doesn't usually happen. കൈ ഇടുന്ന ഇമോജി ഇടുന്നതല്ലാതെ പ്രാർത്ഥന പലപ്പോഴും നടക്കുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല, മജോറിറ്റി. Oftentimes we fail to do it in spite of reacting to it. ഞങ്ങളുടെ ചർച്ചിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ തന്നെ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. When this happened continuously in my church group, I put up a message. നിങ്ങൾ ഇമോജി ഒക്കെ ഇടുന്ന കൊള്ളാം, അതിനു മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇമോജി ഇടാവെന്ന് പറഞ്ഞു. I reminded them that you have to pray before you react to these messages. പലപ്പോഴും പ്രെയർ നടക്കുന്നില്ല. Oftentimes prayer doesn't happen. എപ്പോഴാ പ്രാർത്ഥനയുടെ സമയം? When is the time for കുടുംബ പ്രാർത്ഥനയുടെ കാര്യമല്ല ഞാൻ I'm പറയുന്നത്, not talking about family prayer, പേഴ്സണൽ പ്രെയർ. but of personal prayer. അത് കുറഞ്ഞോ? Has it reduced? സമ്മതിക്കേ. Just accept it. കുറഞ്ഞോ? Has it reduced? എന്ത് ചെയ്താലും മറുപടി പറയല്ല. കുറഞ്ഞോ കൂടിയോ? Has it increased or reduced? ഞാൻ എൻ്റെ ചർച്ചിൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ചോദിച്ച സെയിം ചോദ്യമാണ്. This is the same question I posted to my church 2 weeks back. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലുള്ള സൗകര്യമാർ പറഞ്ഞു ഒത്തിരി കുറവാണ്. And the sisters in my church told me that it has reduced significantly. അതിന്റെ ഇമ്പാക്ട് ചർച്ചിൽ അറിയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. And I told her that the impact of the same can be seen in the church. പ്രത്യേകിച്ച് സൗകര്യമാരോട് ഞാൻ പറയട്ടെ, Let me remind the നിങ്ങൾക്കാണ് sisters, ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ട്. you have the most time to pray. വർക്ക് ചെയ്യാത്ത സൗകര്യമാരുടെ കാര്യമാണ് കേട്ടോ. I'm talking about sisters who are not working. വർക്ക് ചെയ്യുന്ന സഹോദരന്മാർക്ക് പ്രാർത്ഥിക്കാം. Even brothers who are working could pray. ഡ്രൈവ് ചെയ്യുമ്പോഴോ? When you drive, ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ടൊന്നും ഇടണ്ട, ഉറക്കെ പ്രാർത്ഥിച്ചോളൂ, കണ്ണു തുറന്ന് പ്രാർത്ഥിച്ചോണ്ട് പോയിക്കോളൂ. when you're driving, you don't need to put a song, but you could pray with your eyes open. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടാ പോകുന്നത്. And as we drive, we are continuing to pray. അപ്പോ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് മാംഗ്ലൂരിൽ വരണമെങ്കിൽ 2 മണിക്കൂർ വേണം. എന്തൊരു സാധനം സാധ്യമാണെങ്കിൽ 2 മണിക്കൂർ വേണം മാംഗ്ലൂരിൽ വരണം. In order to come to Mangalore, it takes me 2 hours. എങ്ങനെ പോയാലും 1 മണിക്കൂർ എനിക്ക് പ്രാർത്ഥിക്കാൻ It പറ്റും. takes me 1 hour. I get 1 hour to pray. നിങ്ങൾക്ക് ഇപ്പൊ അടുത്തായിരിക്കും സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത്. For you, it must be nearby all the things to buy. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. You can still pray. എത്ര സമയം വിനിയോഗിക്കാം. How much time can be used for the same? നിങ്ങളുടെ ഭവനം നിങ്ങൾ അട്രാക്റ്റീവ് ആക്കി ഒരു നറിഷിംഗ് ഭവനമായി മാറണമെങ്കിൽ ആദ്യം നിങ്ങൾ നറിഷിംഗ് ആക്കണം. In order for your home to become a nourishing home, you have to be a nourishing person yourself. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല.
Otherwise, we cannot do anything. നിങ്ങളത് ചെയ്യാൻ റെഡിയാണോ? Are you willing to do so? ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. I am concluding here. നിങ്ങളുടെ വീട്ടിലെ സൗകര്യങ്ങൾ, The facilities in our home, അതെല്ലാം റിസോഴ്സസ് ആണ്. these are all our resources. റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചിട്ടില്ലേ? Haven't you studied resource management? യെസ് ഓർ നോ? Yes or no? അല്ലേ? റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് എന്തെല്ലാം റിസോഴ്സസ് ആണ് നമുക്കുള്ളത്? When we think about resource management, what are the resources that we have? എല്ലാ റിസോഴ്സസ് ആണ്. There are many resources. എൻ്റെ ഈ മൈക്ക് റിസോഴ്സ് ആണ്, ലാബ് റിസോഴ്സ് ആണ്, മൊബൈൽ റിസോഴ്സ് ആണ്, ഇതെല്ലാം റിസോഴ്സസ് ആണ്. The mic here, the mobile here are all resources. അതെല്ലാം എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ്. I'm using it all for God. എൻ്റെ വീട്ടിലെ സൗകര്യങ്ങൾ മുഴുവൻ എൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. All the resources in my home are for God. എൻ്റെ കുടുംബത്തിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. All the foundational needs of my home are for Christ. Better than infrastructure. Okay, all the infrastructures of my home are for Christ. എൻ്റെ സ്ഥാനവും എൻ്റെ കഴിവും എല്ലാം എൻ്റെ ദൈവത്തിനുള്ളതാണ്. My position and my capabilities are for Christ. അതുകൊണ്ട് നമ്മുടെ കുടുംബം ഒരു മിഷണൽ കുടുംബമാണ്. Therefore, our family should be a missional family. ഒരു വലിയ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലും പുറത്തും വരുന്ന ഏറ്റവും വലിയ മിഷണൽ ഫാമിലിയായി മാറണം. We need to be a great missional family that showcases the great love of God. Last and least, last not least, Last and final, നിങ്ങളുടെ ഭവനം ഒരാളെ ദത്തെടുക്കണം. your family should be able to adopt one. ആരെയാണെന്നറിയാമോ? Who should we adopt? നിങ്ങളുടെ ചർച്ചിലുള്ള ഏതെങ്കിലും ഒരു മോനെയോ മോളെയോ. It should be a teen in your church. അപ്പൊ നിങ്ങൾക്ക് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. I do not understand how many youngsters are here. കൊച്ചുപിള്ളാരെ ദത്തെടുക്കുന്നതിന് പകരം ഒരുപക്ഷെ യൂത്തിനെ ആയിരിക്കാം. More than young children, it could be youths. നിങ്ങൾ ഫാമിലിയായിട്ട് തീരുമാനിക്കണം, ഞാൻ ഈ മോനെയാണ് ഈ വർഷം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. We have to think that I'm going to concentrate on this particular lad. നിങ്ങൾക്ക് പ്രായമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ കൊച്ചുപിള്ളാരെ തിരഞ്ഞെടുക്കാം. If you have children who are older, you could go for younger children. നിങ്ങൾക്ക് കൊച്ചുപിള്ളാരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. You can choose your own young children. അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അവരുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റ്, അവരുടെ മെന്റൽ ഡെവലപ്മെന്റ്, എല്ലാത്തിനും വേണ്ടി നിങ്ങൾക്ക് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാം. We have to do whatever we can for their spiritual as well as mental development. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ടാസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ടാസ്ക് തരുന്നതാണ്. And if you do not have the task for the same, I will provide you with the task for the same. ഞാൻ എൻ്റെ മൊബൈൽ നമ്പറോട് എഴുതുകയാണ്. I'm giving my mobile number here. അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. You can note the same. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കാം, You can ask me anything പണം ഒഴികെ. except for money. ഓർക്കാൻ എളുപ്പമുള്ള ഒരു ഫാൻസി നമ്പറാണ്. My number is a fancy number. അതിന്റെ കാരണം ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. And it is quite easy to remember. നിങ്ങൾക്ക് ടെക്നിക്കലി എന്തെങ്കിലും സപ്പോർട്ട് അല്ലെങ്കിൽ ഇവരുടെ ഗെയിംസ് പരമായിട്ട് എന്തെങ്കിലും വേണോ? If you need any support in terms of games, അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ക്വയറ്റ് ടൈം എങ്ങനെ ബെസ്റ്റ് ആയിട്ട് എടുക്കാമെന്നുള്ളതിന്റെ പവർ പോയിന്റ്സ് അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. tips and powerpoints on how to develop their young children's quiet time. ഞാൻ എടുത്ത ഈ ക്ലാസിന്റെ തന്നെ പവർ പോയിന്റ് വേണമെങ്കിൽ അത് തരാം. And the presentation of the classes that I've taken so far. അയ്യോ എടുത്ത പിന്നെ ഞാൻ സാറിനാ ചെയ്യും, ഇത് എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ കൊണ്ട് ഉപയോഗിക്കുള്ളൂ. ഞാൻ എടുക്കുന്ന പോലെ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. I'm not worried about you guys using the same. നിങ്ങൾ പവർ പോയിന്റ് എടുത്തോളൂ, നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷെ ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സായിട്ട് ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. There's going to be a huge difference in the manner in which I take the class and you use this presentation. എല്ലാവരും ഒന്നും തരത്തില്ല, പക്ഷെ ഞാൻ തരുന്നത് വെച്ചാൽ നിങ്ങൾ യൂസ്ഫുൾ ആകട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. I give this in the hope that it would be useful for you. എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാവുന്ന. I'm willing to do any kind of help. എന്തിനാണെന്നറിയോ? Why? നിങ്ങൾ ഓരോ കുടുംബങ്ങളെ, ഓരോ വ്യക്തികളെ ദത്തെടുത്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്ത് മിഷണൽ കുടുംബങ്ങളായി മാറണം. So that you can nurture, you can adopt young ones and nurture them to be a missional family. ഞാൻ എല്ലാ ദിവസവും ഒരു ഓഡിയോ ബൈബിളിൽ നിന്ന് വിടുന്നുണ്ട്. അത് ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓഡിയോ ആണ്. Every day I do a audio message about the scriptures. ചിലർക്ക് ലഭിക്കുന്നുണ്ട് 7 minutes ഉള്ള ഓഡിയോ ആണ്. It's a 7 minutes audio. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. If you need it, you could WhatsApp me about the same. മംഗ്ലീഷ് എഴുതിയാൽ എനിക്ക് വായിക്കാൻ അറിയത്തില്ല. If you write Manglish, I won't be able to read it. ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, Either English or Malayalam. അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് അയക്കുക. Or you could send a voice note. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുകയും അവസരം നൽകുകയും ചെയ്ത സ്ഥലസഭയിലെ എൽഡേഴ്സിനോടും
എന്നെ താമസിപ്പിച്ച ഭവനങ്ങളോടും എന്നെ സൽക്കരിച്ച പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുക. I would like to thank the elders who had given me this opportunity to stand before here, the hospitality that was extended towards me by the families here. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നാളെയും ഞാൻ ഇവിടെ ഉണ്ടാവും. By the grace of God, I would be here tomorrow as well. Not only that, Monday morningil ഞാൻ ഉണ്ടാവും. I will also be here on Monday morning. Monday morningil ഇവിടുന്ന് പാറ്റ്നയിലേക്കാണ് ഞാൻ പോകുന്നത്. And I am traveling from Patna towards Patna on Monday morning. അവിടെ വിവിധതരമായ ശുശ്രൂഷകൾ ഉണ്ട്. അവിടെ I have other ministries there. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുള്ളൂ. അവിടെയുള്ള ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. And after the ministries there, I would return home. So please keep that ministries in your prayers. Thank you for everything.